അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ കാണുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെയും കമ്മ്യൂണിക്കബിൾ ഡിസീസ് തമ്മിലുള്ള ഡിഫറൻസ്? നമുക്ക് വളരെ ഫെമിലിയർ ആയ കാര്യമാണ്, എന്നാലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുമ്പം എ ഡിസീസ് വിച്ച് മാനിഫെസ്റ്റ് ഇൻ മാൻ ആൻഡ് ആനിമൽസ് റിസൾട്ടിങ് ഫ്രം ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിലൂടെ ഉണ്ടാവുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഏജന്റിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. ഓൾസോ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഇൻഫെക്ഷ്യസ് ഡിസീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ രണ്ടും കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് തന്നെയാവാം, പക്ഷെ സ്പ്രെഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ട്രാൻസ്മിറ്റഡ് ഫ്രം മാൻ ടു മാൻ, ആനിമൽ ടു ആനിമൽ, ഓർ ഫ്രം എൻവയൺമെന്റ് ടു മാൻ ഓർ ആനിമൽ. ഏത് രീതിയിലുള്ള ട്രാൻസ്മിഷൻ ആയാലും പോസിബിൾ ആണ് ഇൻ കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ടൈഫോയിഡ് എടുക്കുകയാണെങ്കിൽ ടൈഫോയിഡ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, അതായത് അത് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയമാണ്. അതേപോലെ അത് സ്പ്രെഡ് ചെയ്യാനും പറ്റും ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക്. സോ ഇറ്റ് ഇസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതേസമയം നമ്മൾ ടെറ്റനസ് എടുക്കുകയാണെങ്കിൽ അതും ഒരു ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. സോ അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയി, പക്ഷേ ടെറ്റനസിന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ഇല്ല. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. So we can broadly say all communicable diseases are infectious diseases, but all infectious diseases are not communicable diseases. അടുത്ത് നമ്മളിവിടെ കേൾക്കാൻ പോകുന്ന ഒരു ടേം ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്? ഒരു ഓർഗാനിസം ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് സിംറ്റം അപ്പിയർ ചെയ്യുന്ന വരെയുള്ള ടൈം പീരീഡിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ. ഈ ടേംസ് നമ്മൾ ഫ്രീക്വന്റ്ലി കേൾക്കും. സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പേഴ്സൺ, ആനിമൽ, ഓബ്ജെക്ട് ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ഇൻഫെക്ഷ്യസ് ഏജന്റ് പാസസ് ഓർ ഇസ് ഡിസെമിനേറ്റഡ് ടു ഹോസ്റ്റ്. സോഴ്സിൽ നിന്നാണ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഹോസ്റ്റിലേക്ക് എത്തുന്നത്. റിസർവയർ ഇസ് എനി പേഴ്സൺ, ആനിമൽ, ആർത്രോപോഡ്, പ്ലാന്റ്, സോയിൽ ഓർ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇൻഫെക്ഷ്യസ് ഏജന്റ് ലിവ്സ്, മൾട്ടിപ്ലൈസ് ഓർ ഇൻ വിച്ച് ഇറ്റ് പ്രൈമർലി ഡിപ്പെൻഡ്സ് ഫോർ സർവൈവൽ. ആ ഇൻഫെക്ഷ്യസ് ഏജന്റ് റിസർവയറിലാണ് പ്രൈമർലി അതിന്റെ സർവൈവലിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആകണം എന്നില്ല സർവൈവൽ. പക്ഷെ റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഇൻഫെക്ഷ്യസ് ഏജന്റ് സർവൈവ് ചെയ്യുന്നതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് ആസ് ഐ സെഡ് ഏർലിയർ ഇറ്റ് ഇസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇപ്പൊ എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? നമുക്കൊരു ഐഡിയ കിട്ടി. ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഡിസീസ് ആണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സോ ബേസിക്കലി നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഓരോ ഡിസീസ് പഠിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് പാത്തജൻ എന്താണ്, ഇൻഫെക്ഷ്യസ് പീരിയഡ് എന്താണ്, റിസർവയർ എന്താണ്, പാറ്റേൺ ഓഫ് ഇൻഫെക്ഷൻ എന്താണ്, മെയിൻ പെത്തോളജിക്കൽ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കണം. പിന്നെ അതിന്റെ വാക്സിനേഷൻ, കൺട്രോൾ, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. സോ അതിൽ ആദ്യമേ വരുന്നത് നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മോഡ് ഓഫ് എൻട്രി ഓഫ് ദ വൈറസ് എവിടെയാണ്? റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ പോസിറ്റീവ് ഓർഗാനിസം എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കാണ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, ഈ കയറുന്ന ബാക്ടീരിയോ വൈറസ് എന്തായാലും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ആദ്യം ഇൻഫെക്ട് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്ന് ഇത് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതിലും എയർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ആ ആള് സ്പിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ വരുന്ന എയർ ഡ്രോപ്ലെറ്റ്സിലേക്കൂടെ ഇതിന്റെ ട്രാൻസ്മിഷൻ നടക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പഠിക്കുമ്പോൾ വി ഹാവ് ടു ലേൺ ദ നെയിം ഓഫ് ഓൾ കോസറ്റീവ് ഓർഗാനിസംസ് ആൻഡ് ദ ഇൻക്യുബേഷൻ പീരിയഡ്. ഇത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ smallpox is caused by variola virus. Incubation period 7 to 14 days. Chickenpox is caused by varicella virus, which is also called human alpha herpes virus 3. 14 to 16 days is the incubation period. Measles, also called rubeola, is caused by RNA paramyxovirus. 10 to 14 days is the incubation period. Rubella, German measles, is caused by RNA toga virus. 14 to 21 days. Mumps is caused by RNA myxovirus. 14 to 21 days is the infectious period. Mumps, measles, rubella, ഈ മൂന്നും നമുക്ക് എപ്പോഴും തിരിയാൻ ചാൻസ് ഉള്ള
3 ഡിസീസാണ്. മംസിന് റുബ്യൂള എന്നൊരു പേരുണ്ട്, മീസിൽസിനെ റൂബിയോള എന്ന് പറയും, ആൻഡ് ജർമ്മൻ മീസിൽസിനെ റുബെല്ല എന്ന് പറയും. സോ മംസ്, റുബ്യൂള രണ്ടിലൊരു യു ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യുക. റുബെല്ല, ജർമ്മൻ മീസിൽസ്. ബെല്ല ഇസ് എ ജർമ്മൻ, ബെല്ല ഒരു ജർമ്മൻ കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ റുബെല്ല എന്ന് വരുമ്പോൾ ജർമ്മൻ മീസിൽസ് ആണ് കിട്ടി. പിന്നെ ബാക്കിയുള്ള റൂബിയോള എന്ന് പറയുന്നത് മീസിൽസ് ആണ്. Next, influenza is caused by orthomyxovirus, incubation period 18 to 72 hours. Diphtheria, Corynebacterium diphtheriae, 2 to 6 days. Pertussis or whooping cough caused by Bordetella pertussis, 7 to 14 days. Meningococcal meningitis, Neisseria meningitis, 3 to 4 days. SARS, severe acute respiratory disease, coronavirus, 3 to 5 days. Tuberculosis, Mycobacterium tuberculosis, weeks to years. Next, നമുക്ക് ഓരോ ഡിസീസസും ഇൻഡിവിജ്വലി നോക്കാം. So first we are going to discuss about smallpox. It is an acute infection caused by variola virus. Already നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്മോൾ കോസ് ചെയ്യുന്ന വൈറസ് ആണ്, അതിന്റെ പേര് variola virus ആണ്. It is clinically characterized by sudden onset of fever, headache, backache, vomiting, sometimes convulsions. ഹെഡേക്ക്, ബാക്കേക്ക്, വോമിറ്റിംഗ്, കൺവൾഷൻസ് ഒക്കെ ഉണ്ട്. ആദ്യമേ തന്നെ സ്മോൾ പോക്സിനെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇറ്റ്സ് എ ഡിസീസ് ദാറ്റ് ഇസ് ഓൾറെഡി ബീൻ എറാഡിക്കേറ്റഡ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അതിന്റെ കേസസ് ഒന്നും തന്നെ ഇല്ല, ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ആണ്. On the third day of fever, a typical rash appears, which is centrifugal in distribution. Third day of fever ആണ് നമുക്ക് ആദ്യമേ നമുക്കൊരു സഡൻ ഓൺസെറ്റ് ഫീവർ, ഹെഡേക്ക്, വോമിറ്റിംഗ് ഇതൊക്കെ ആയിരിക്കും ടിപ്പിക്കൽ പ്രസന്റേഷൻ. അത് കഴിഞ്ഞ് തേർഡ് ഡേ ആവുമ്പോൾ ടിപ്പിക്കൽ റാഷ് അപ്പിയർ ചെയ്യും. തേർഡ് ഡേ ആണ് റാഷ് അപ്പിയർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് സെൻട്രിഫ്യൂഗൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. സെൻട്രിഫ്യൂഗൽ പാറ്റേൺ ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മുടെ ബോഡിയുടെ ട്രങ്കിൽ നിന്ന് തുടങ്ങി ബാക്കി ലിംസിലേക്കൊക്കെ പോകുന്നത് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പാസസ് ത്രൂ സക്സസീവ് സ്റ്റേജസ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ് വിത്ത് സബ്സിക്വന്റ് സ്കാറിംഗ്. സോ ആദ്യമേ ആ റാഷ് വരുന്ന ഓർഡർ ആണ് പറയുന്നത്. ഫസ്റ്റ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ് വിത്ത് സബ്സിക്വന്റ് സ്കാറിംഗ്. അഗൈൻ ഇതാണ് ഇമേജ്. മാക്യൂൾ, ഇതാണ് മാക്യുലാർ ലീഷൻസ്, പാപ്പുലാർ ലീഷൻസ്, വെസിക്കിൾ, പസ്റ്റ്യൂൾ. പിന്നെ അത് ഫോളോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു സ്കാബും പിന്നെ സ്കാറിങ്ങും ഉണ്ടാവും. What is papule? Solid raised lesion 5 mm or less in diameter. Papule എന്ന് പറയുമ്പോൾ അത് സോളിഡ് റേസ്ഡ് ലീഷൻ ആണ്, 5 mm or less in diameter. Macule, a defined area, flat area whose color is distinctly different from surrounding skin. Larger version of macule is patch, 1 centimeter or less in diameter. Macule എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ഏരിയ തന്നെയാണ്, ഡിസ്കളറേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. 1 centimeter or less in diameter. Papule എന്ന് പറയുമ്പോൾ അത് റേസ്ഡ് അല്ലെങ്കിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഷൻ ആണ്. അതിന്റെ തന്നെ നെക്സ്റ്റ് ലെവലാണ് പ്ലേക്ക്. പ്ലേക്ക് എന്ന് പറയുമ്പോൾ റേസ് സൂപ്പർഫിഷ്യൽ സോളിഡ് ലീഷൻ 5 mm or more in diameter. സോ ഇവിടെ നമ്മൾ കണ്ടു, ഈ കാണുന്നതാണ് മാക്യൂൾ. ഫ്ലാറ്റ് തന്നെയാണ്, അതിനകത്ത് എലിവേഷൻ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള ലീഷൻസ് കണ്ടു, അതാണ് പാപ്യൂൾ. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡായിട്ട് നമുക്ക് തോന്നുന്നില്ലേ, ഫ്ലൂയിഡ് ഫിൽഡായിട്ടുള്ള ലീഷൻസ് വന്നതാണ് വെസിക്കിൾ. അതേ ലീഷൻസിൽ പസ് ഫിൽഡ് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് പസ്റ്റ്യൂൾ. അതിനുശേഷം എന്ത് പറ്റും, ഇത് സ്കാബായി മാറും, ബേസ്റ്റ് ഔട്ട് ചെയ്ത് സ്കാബായി മാറും. അതിനുശേഷം ആ വൂണ്ടോട് സ്കാറുള്ള വൂണ്ടോട് കൂടി ഹീൽ ചെയ്യും. സോ ഇതാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റാഷ്. Coming to the epidemiology, the agent is variola virus, reservoir is humans, transmission, inhalation of droplet or aerosols originating from mouth of smallpox infected humans. അതാണ് ഓൾറെഡി പറഞ്ഞത്. എയറോസോൾ വഴിയായിരിക്കും ഇതിന്റെ ട്രാൻസ്മിഷൻ. ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് സ്നീസ് ചെയ്യുമ്പോഴോ സ്പിറ്റ് ചെയ്യുമ്പോഴോ ട്രാൻസ്ഫർ ആവുന്ന എയറോസോൾസ് എയറിലൂടെ മറ്റൊരാളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ടാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും മെത്തേഡ്. ഇൻക്യുബേഷൻ പീരിയഡ് 7 to 17 days. Period of communicability from the onset of fever until all crusts have fallen off. Usually 2 to 3 weeks. 2 to 3 weeks വരെ that person shows communicability. എന്ന് വെച്ചാൽ ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. കേസ് ഫെറ്റാലിറ്റി 30 to 40%. എല്ലാവരും ഒന്നും മരിച്ചു പോകാറില്ല, ബട്ട് 30 to 40%. ഇതിന്റെ ടിപ്പിക്കൽ ഒരു കേസ് ഇപ്പം ഇറാഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എങ്ങനെ ഡയഗ്നോസിസിലേക്ക് എത്തും എന്ന് പറയുന്ന കണ്ടീഷനാണ് പറയുന്നത്. അതിന്റെ കണ്ടീഷൻസ്: ഒന്ന്, ഇൻഡിവിജ്വൽ ഓഫ് എനി ഏജ് പ്രസന്റിംഗ് വിത്ത് അക്യൂട്ട് ഓൺസെറ്റ് ഫീവർ, മെലൈസ് ആൻഡ് സിവിയർ പ്രോസ്ട്രേഷൻ വിത്ത് ഹെഡേക്ക് ആൻഡ് ബാക്കേക്ക് അക്കറിംഗ് 2 to 4 days ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് റാഷ്. അപ്പം ഒരു അക്യൂട്ട് ഓൺസെറ്റ് ഫീവർ ഉണ്ടാവുകയാണ് ആൻഡ് 2 to 4 days കഴിഞ്ഞ് റാഷ് അപ്പിയർ ചെയ്താൽ നമുക്ക് അവിടെ സ്മോൾ പോക്സ് സസ്പെക്ട് ചെയ്യാം.
Subsequent development of a maculopapular rash, starting on the face and forearms, then spreading to trunks and legs and evolving within 48 hours to deep-seated, firm or hard and round, well-circumscribed vesicles and later pustules which may become umbilicated or confluent. Again, പെട്ടെന്നൊരു ഫീവർ വരുന്നു, അതിന്റെ കൂടെ മാക്യുലർ പാപ്പുലർ റാഷ് വരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെസിക്കിൾ പസ്റ്റൂളൊക്കെ ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്മോൾ പോക്സ് സസ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ്. ഇറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ് എങ്ങനെയാണ് WHO ചെയ്തത്, അതിനകത്ത് വരുന്ന മെയിൻ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീവിയസ്ലി ഇറ്റ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കില്ലർ ഡിസീസ്. ഇൻ 1967 WHO began intensified worldwide campaign to eradicate smallpox based on technique of surveillance and containment. സർവൈലൻസ് ആൻഡ് കണ്ടെയ്ൻമെന്റ് വഴിയാണ് നമ്മൾ സ്മോൾ പോക്സിനെ ഇറാഡിക്കേറ്റ് ചെയ്ത്. ലാസ്റ്റ് നോൺ കേസസ് സ്മോൾ പോക്സ് ഇൻ ഇന്ത്യ 24th March 1975. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ലാസ്റ്റ് കേസസ് സ്മോൾ പോക്സ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 24th May 1975 ആണ്. ഇന്ത്യ വാസ് ഡിക്ലെയർഡ് സ്മോൾ പോക്സ് ഫ്രീ ഓൺ 5 July 1975. 24th May 1975 ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് സ്മോൾ പോക്സ് റിപ്പോർട്ട് ആയത്. ഇന്ത്യന് 5th July 1975 WHO സ്മോൾ പോക്സ് ഫ്രീ ആയിട്ട് ഡിക്ലെയർ 1975. Eradication of smallpox was confirmed in April 1977 by an international commission. All over the world, eradication of smallpox confirm ചെയ്ത് 1977-ലും വേൾഡ് ഹെൽത്ത് അസംബ്ലി അതിനെ കൺഫേം ചെയ്ത് 1980-ലാണ്, May 1980. സോ എപ്പോഴാണ് വേൾഡിൽ നിന്ന് സ്മോൾ പോക്സ് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ May 1980 എന്ന് തന്നെ പറയാം. All countries have discontinued routine vaccination against smallpox. So previously vaccines ഉണ്ടായിരുന്നു. അങ്ങനെ വാക്സിനേഷൻ പ്രോഗ്രാമിലൂടെയാണ് നമുക്കിതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ റുട്ടീൻ വാക്സിനേഷൻ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം കേസസ് അത്രയ്ക്ക് കുറഞ്ഞതുകൊണ്ട്. WHO maintains a reserve stock of smallpox vaccine and vaccination is sufficient to protect more than 2 million people. എന്നാലും എപ്പോഴും ഇതിന്റെ ഒരു പോസിബിലിറ്റി വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ വാക്സിന്റെ റിസർവ് എപ്പോഴും പ്രിസർവ് ചെയ്യുന്നതാണ് പറയുന്നത്. സ്മോൾ പോക്സിനെ പറ്റി അധികം ഇല്ല പഠിക്കാൻ, ബിക്കോസ് അത് ഓൾറെഡി ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ആയതുകൊണ്ട്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. ഏജന്റ് ഇസ് വേരിയോള വൈറസ്. റിസർവെയർ ഹ്യൂമൻസ് തന്നെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് 7 to 14 days. ക്ലിനിക്കലി ക്യാരക്ടറൈസ്ഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം ഒരു ഫീവർ അലോങ് വിത്ത് വോമിറ്റിംഗ്, കൺവൾഷൻസ് എക്സെട്ര. അത് കഴിഞ്ഞ് 3rd ഡേ ആണ് റാഷ് അപ്പിയർ ചെയ്യുന്നത്. ആ റാഷ് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്ത് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റൂൾ ആൻഡ് സ്കാബായി സബ്സിക്വന്റ് സ്കാറിംഗ് ഉള്ള വൂണ്ടായിട്ട് മാറുന്നു. ഇതാണ് ടിപ്പിക്കൽ അപ്പിയറൻസ് ഓഫ് സ്മോൾ പോക്സ്. ഓൺസെറ്റ് ഫീവർ 2 to 3 weeks വരെ ആള് കമ്മ്യൂണിക്കബിലിറ്റി പീരീഡ് ഉണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം ദാറ്റ് പേഴ്സൺ ടു അനദർ പേഴ്സൺ. മോഡ് ഓഫ് സ്പ്രെഡ് എന്നാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് എറോസോൾ ഒറിജിനേറ്റിംഗ് ഫ്രം മൗത്ത് ഓഫ് സ്മോൾ പോക്സ് ഇൻഫെക്റ്റഡ് ഹ്യൂമൻസ് ആണ് മോഡ് ഓഫ് സ്പ്രെഡ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇറാഡിക്കേഷൻ തന്നെയാണ്. ഇറ്റ് വാസ് എറാഡിക്കേറ്റഡ് ഫ്രം ദ വേൾഡ് ഇൻ May 1980. In India, last case of smallpox was reported in 24th May 1975. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് ഇസ് കോസ്ഡ് ബൈ വാരിസില്ല സോസ്റ്റർ വൈറസ്. അതിനെ തന്നെയാണ് ഹ്യൂമൺ ആൽഫ വൈറസ് എന്ന് പറയുന്നത്. സോ ചിക്കൻ പോക്സ്, എന്തുകൊണ്ടാണ് ചിക്കൻ പോക്സിന് ചിക്കൻ പോക്സ് എന്ന് പേര് വന്നത്? അത് നമുക്ക് ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കോഴിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ചിക്കനുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയല്ല. ആക്ച്വലി ചിക്പി എന്ന് പറയുന്ന ഒരു തരം പയറുണ്ട്. ആ കടലയുടെ പോലത്തെ ഷേപ്പാണ് ഇതിന്റെ ലീഷൻസ്. വളരെ ഡെവലപ്ഡ് ആയതിനു ശേഷം ആ ലീഷൻസ് നോക്കുമ്പോൾ ആ ഒരു ഷേപ്പിലിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. ആ ചിക്പി എന്ന് പറയുന്ന ആ പയർ ആ കടലയുടെ പോലെ റിസംബിൾസ് ഉള്ളതുകൊണ്ടാണ് ചിക്കൻ പോക്സ് എന്ന് മുമ്പുള്ളവർ പറഞ്ഞത്. ഇതാണ് ഇപ്പൊ ഇത് സ്മോൾ പോക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലീഷൻ ഇതുപോലെ ഇരിക്കും ആ കടലയും. സോ അതുമായിട്ടുള്ള റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് ചിക്കൻ പോക്സ് എന്നുള്ള പേര് അതിന് വന്നത്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ചിക്കൻ പോക്സ് ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. ഓൾറെഡി നമുക്ക് എന്തൊക്കെ അറിയാം? വാരിസില്ല സോസ്റ്റർ വൈറസ് ആണെന്ന് അറിയാം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെന്ന് അറിയാം. അപ്പൊ ഏതോ ഒരു ഡിസീസ് കോസിങ്, ഏതോ ഒരു പാത്തജൻ കോസ് ചെയ്യുന്ന ഡിസീസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? റെസ്പിറേറ്ററി റൂട്ടിലൂടെയാണ് എത്തുന്നത്. എന്നിട്ട് റെസ്പിറേറ്ററി റൂട്ടിലൂടെ അത് എന്ത് ചെയ്യും? സ്പ്രെഡ്. റെസ്പിറേറ്ററി റൂട്ടിൽ കയറുന്ന ഒരു വൈറസ്
സ്കിന്നിലാണ് ഈ ലീഷൻസ് ഉണ്ടാക്കിക്കുന്നത്. സ്കിന്നിലാണ് ഈ പറയുന്ന വെസിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കിന്നിലാണ് ഇതിന്റെ ഈ പ്രസന്റേഷൻ. അപ്പം റെസ്പിറേറ്ററി റൂട്ടിലൂടെ കയറി നമ്മുടെ ലങ്സിലൂടെ കയറി അതെങ്ങനെ സ്കിൻ വരെ എത്തുന്നു, സ്കിന്നിൽ എങ്ങനെ പ്രോബ്ലംസ് കോസ് ചെയ്യുന്നു എന്ന് പഠിക്കണം. അതാണ് പത്തോഫിസിയോളജി. അപ്പൊ പത്തോഫിസിയോളജി എന്താന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ വാരിസില വൈറസ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഇൻഹലേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് ചിക്കൻ പോക്സ് ഉള്ള ആളുടെ ബോഡിയിൽ നിന്ന് അയാൾ തുപ്പുമ്പോഴോ ഒക്കെ അയാളുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആവുന്നു. അറ്റ്മോസ്ഫിയറിൽ വേറൊരാൾ അത് ശ്വസിക്കുമ്പോൾ അത് അയാളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തുന്നു. വൈറസ് എൻറ്റേഴ്സ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അയാളുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ തുടക്കം അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് മുകൾ ഭാഗത്തേക്ക് എത്തുന്നു. മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നേസോഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ ആ ഒരു റീജിയനിലേക്ക് എത്തുന്നു. Viral proliferation in regional lymph nodes of the upper respiratory tract 2 to 4 days after initial infection. അകത്ത് ഇത് എന്ത് വൈറസ് ആണ്? ഇതൊരു DNA വൈറസ് ആണ്. അപ്പൊ എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണ്. ഈ DNA വൈറസ് ബോഡിക്കകത്ത് കയറുന്നു, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കയറിയിട്ട് DNA-യിൽ നിന്ന് അതിന്റെ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളുടെ ആൽവിയോലാർ സെൽസിലാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. DNA-യിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, RNA-യിൽ നിന്ന് പുതിയ വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ സെൽസിനകത്തേക്ക് ഈ വൈറസ് അറ്റാച്ച് ചെയ്തിട്ട് അതിനകത്തേക്ക് കയറി വൈറൽ DNA-യിൽ നിന്ന് വൈറൽ RNA-യിൽ നിന്ന് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് പുതിയ വൈറസുകൾ ഉണ്ടാവുന്നു. ഈ വൈറസുകളെല്ലാം എന്നിട്ട് അപ്പൊ ഈ വൈറസിനെ ആര് അറ്റാക്ക് ചെയ്യും? അവിടെയുള്ള മാക്രോഫേജസ് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത് ഇതിനെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ലിംഫ് നോഡിൽ ഈ വൈറസിന്റെ പ്രോളിഫറേഷൻ നടക്കുന്നു. ലിംഫ് നോഡിൽ ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വൈറൽ പ്രോളിഫറേഷൻ ദ റീജിയണൽ ലിംഫ് നോഡ്സ് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് 2 to 4 days ആഫ്റ്റർ ഇനിഷ്യൽ ഇൻഫെക്ഷൻ. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബോഡി ഡിഫൻസ് തരുന്ന സെൽസ് ആയിട്ടുള്ള മാക്രോഫേജസ് ഒക്കെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവരിതിനെ എവിടെ കൊണ്ടുപോകും? ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. അപ്പൊ ഈ വൈറസ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കിടന്ന് ഇനി അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത ലിംഫിൽ നിന്ന് എവിടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. വൈറസ് ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ വൈറീമിയ എന്ന് പറയുന്നത്. ഇപ്പം ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടിയ നമ്മൾ യൂറീമിയ എന്ന് പറയും. അതുപോലെ ഇവിടെ വൈറസ് ബ്ലഡിൽ കൂടിയപ്പോൾ നമ്മൾ അതിനെ എന്ത് പറഞ്ഞു? വൈറീമിയ. അപ്പൊ ലിംഫിൽ നിന്ന് വൈറസ് ബ്ലഡിലേക്ക് എത്തി. വൈറൽ റെപ്ലിക്കേഷൻ അതർ ഓർഗൻസ്. ഇനി ബ്ലഡിൽ നിന്ന് അതിന് ഏത് ഓർഗനിലേക്ക് വേണമെങ്കിലും പോകാം. ബ്ലഡിന്റെ കൂടെ അങ്ങ് സഞ്ചരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ലിവറിലേക്കും സ്പ്ലീനിലേക്കും ഒക്കെ പോയി. അടുത്തത് സ്റ്റേജ് ഓഫ് സെക്കൻഡറി വൈറീമിയ. diffuse viral infection of capillary endothelial cells and epidermis. സ്മോൾ കാപ്പിലറീസിന്റെ എൻഡോത്തീരിയൽ സെൽസിനെയും അതുപോലെ സ്കിന്നിന്റെ എപ്പിഡെർമിസിനെയും ഒക്കെ ഈ വൈറസ് എഫക്ട് ചെയ്യുന്നു. ഈ വൈറസ് ഒരു varicella zoster virus infection of cells of malphizian layer produce both intercellular edema and intracellular edema resulting in characteristic vesicle. അതായത് ഈ വൈറസിന്റെ സെൽസ് അവസാനം നമ്മുടെ സ്കിന്നിലേക്ക് പോയി അറ്റാച്ച് ചെയ്യും. സ്കിന്നിൽ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിലേക്ക് പോയി അറ്റാച്ച് ചെയ്യുന്നു. അവിടെ കെരാറ്റിനോസൈറ്റ്സ് ഒരുപാടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഈ കാണുന്ന വെസിക്കിൾസ് സ്കിന്നിൽ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വെസിക്കിൾസ് കാണുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നോക്കിക്കറിയാം. ഈ വെസിക്കിൾസ് കാണുന്നത് വൈറസ് സ്കിന്നിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് വെസിക്കിൾസ് കാണുന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു വെസിക്കിൾ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഭാഗത്ത് വെസിക്കിൾ ഇല്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത വെസിക്കിൾ കാണുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെസിക്കിൾസ് കാണും, ഇടയ്ക്കിടയ്ക്ക് വെസിക്കിൾസ് ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഈ സ്കിന്നിനെ മൊത്തമായിട്ട് വൈറസ് എഫക്ട് ചെയ്യുന്നെങ്കിലും ചില ഭാഗത്തൊക്കെ സ്കിൻ നന്നായിട്ട് അതിനെ പ്രതിരോധിക്കും. അപ്പൊ ആ ഭാഗങ്ങളിൽ നമുക്ക് വെസിക്കിൾസ് കാണാൻ സാധിക്കില്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ വെസിക്കിൾസ് കാണാം. അപ്പൊ ഇന്ററപ്റ്റഡ് ആയിട്ട് അവിടെ ആയിട്ട് നമുക്ക് വെസിക്കിൾസ് കാണാം. എന്താ പറ്റിയ? ചിക്കൻ പോക്സ് ആണ് പഠിക്കുന്നത്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ എയറിൽ നിന്നായിരിക്കും വൈറസ് വന്നേക്കുന്നത്. ആരാണ് വൈറസ്? വാരിസെല്ല സോസ്റ്റർ ആണ് വൈറസ്. വൈറസ് എയറിൽ നിന്ന് കയറി, ഡ്രോപ്ലെറ്റ് വഴി കയറി ആദ്യം അത് പോയത് എവിടേക്കാണ്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കാണ്. കാരണം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലേ. അപ്പൊ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോയി നമ്മുടെ ആൽവിയോളർ സെൽസിനകത്തേക്ക് കയറി. ആ സെൽസിനകത്ത് കയറിയിട്ട് വൈറസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. അത് അതിന്റെ RNA പ്രൊഡ്യൂസ് ചെയ്തു, പുതിയ വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിനെ ആര് പിടിച്ചു? മാക്രോഫേജസ് പിടിച്ചു. നമ്മുടെ ഡിഫൻസ് മെക്കാനിസമായ മാക്രോഫേജസ് പിടിച്ചു. മാക്രോഫേജസിനെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഇനീഷ്യൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ഈ ഹൈ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് ആൾക്ക് ടെമ്പറേച്ചർ ഉണ്ടാകുന്നു, ചെറിയ പനിയൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് ലിംഫാറ്റിക്സിൽ നിന്ന് ബ്ലഡിലേക്ക് പോയി. ബ്ലഡിൽ അതാണ് നമ്മൾ വൈറീമിയ എന്ന് പറഞ്ഞത്, പ്രൈമറി വൈറീമിയ. അതിനുശേഷം ലിവറിലും സ്പ്ലീനിലും ഒക്കെ
അത് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സെക്കൻഡറി വൈറീമിയയ്ക്ക് ശേഷമാണ് അത് സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നത്. സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നു, സ്കിന്നിൽ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ വെസിക്കിൾസ്, ഒരുപാട് കെരാറ്റിനോസൈറ്റ് എന്ന് പറയുന്ന സെൽസിനെ റിലീസ് ചെയ്യുന്നു, അവിടെ വെസിക്കിൾസ് ഫോം ആവുന്നു. അതാണ് നമ്മൾ ഈ പുറമേ കാണുന്ന ചിക്കൻ പോക്സിന്റെ വെസിക്കിൾസ്. ഓക്കെ, അപ്പോൾ എയറിലുള്ള വൈറസ് എങ്ങനെയാണ് എയറിൽ നിന്ന് ബോഡിക്കകത്തേക്ക് വന്നിട്ട് സ്കിന്നിന്റെ മേലെ ഈ ലീഷൻസ് കോസ് ചെയ്ത് അല്ലെങ്കിൽ വെസിക്കിൾസ് കോസ് ചെയ്ത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് എയറിൽ നിന്ന് ബ്ലഡ് വഴി സ്കിന്നിലെത്തി, ബ്ലഡിലേക്ക് എങ്ങനെ എത്തി, ലിംഫ് വഴി ബ്ലഡിലേക്ക് എത്തി, ലിംഫിലേക്ക് എങ്ങനെ എത്തി, മാക്രോഫേജസ് ലിംഫിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, epidemiology of varicella zoster virus, causative agents of chicken pox is B2 virus, also called human alpha herpes virus 3. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമൻ ആൽഫ ഹെർപ്പിസ് വൈറസ് 3 എന്നാണ് ഇതിന്റെ പേര്. വാരിസെല്ല സോസ്റ്റർ വൈറസിന്റെ തന്നെ മറ്റൊരു പേരാണ് ഹ്യൂമൻ ആൽഫ ഹെർപ്പിസ് വൈറസ് 3. ഇത് കോസ് ചെയ്യുന്ന ഡിസീസ് ഒന്ന് ചിക്കൻ പോക്സ്, വേറൊന്ന് ഷിംഗിൾസ് പറയുന്ന ഡിസീസും വരും. ഷിംഗിൾസ് എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പൊ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ചിക്കൻ പോക്സും അതേപോലെ തന്നെ ഷിംഗിൾസ് പറയുന്ന ഡിസീസും ഉണ്ടാകും എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് കോസറ്റീവ് ഏജന്റ് വാരിസെല്ല സോസ്റ്റർ വൈറസ് VZV എന്നായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിലും എഴുതുന്നത്. റിസർവയർ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്, മനുഷ്യരിൽ നിന്നാണ് സ്പ്രെഡ് ഉണ്ടാകുന്നത്. ട്രാൻസ്മിഷൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് വാരിസെല്ല സോസ്റ്റർ lesions or airborne transmission of varicella zoster virus. The portal of entry of virus is the upper respiratory tract or conjunctiva, since the virus is extremely labile. അപ്പോൾ എങ്ങനെയാണ് ഈ വൈറസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? എയർബോൺ ആണ്, എയറിൽ നിന്ന് തന്നെയാണ് ട്രാൻസ്മിഷൻ. ഒരാൾ സ്പിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ അയാളുടെ ബോഡിയിൽ നിന്ന് ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് പുറത്തേക്ക് പോകുന്നു. എയർബോൺ ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ആ ലീഷൻസ് എങ്ങനെയാണോ സ്മോൾ പോക്സ് പറഞ്ഞ അതുപോലെയാണ് ചിക്കൻ പോക്സിലെ ലീഷൻസ്. ആദ്യം മാക്യുള്, പാപ്യുള്, വെസിക്കിൾ, പസ്റ്റുലൊക്കെ. അപ്പൊ ഇത് ബേസ്റ്റ് ഔട്ട് ആയി കഴിയുമ്പോൾ അതിനകത്തും വൈറസ് ആണ്. അപ്പൊ അതുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റിൽ ചെയ്തിട്ട് വന്നാലും എന്ത് പറ്റും, ആ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. ഡയറക്റ്റ് കോൺടാക്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അങ്ങനെയും ഇതിന്റെ സ്പ്രെഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. Direct contact with varicella zoster lesions or airborne transmission of varicella zoster virus. അതേപോലെ നമ്മുടെ കണ്ണിലെ കൺജങ്ക്റ്റൈവ വഴിയും ഇതിന്റെ സ്പ്രെഡ് നടക്കാം എന്നാണ് പറയുന്നത്. ഇൻക്യുബേഷൻ പീരിയഡ് 10 to 21 days for chicken pox, 7 to 14 days for shingles. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി ചിക്കൻ പോക്സ് 1 to 2 days. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് കയറിയിട്ട് ഏറ്റവും ആദ്യത്തെ സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അത് 10 to 21 days ആണ് ചിക്കൻ പോക്സിന്. ഷിംഗിൾസിനാണെങ്കിൽ 7 to 14 days ആണ്. Period of communicability chicken pox 1 to 2 days before the rash appears until all lesions have crusted over, usually 5 days after rash appears. Shingles until the last rash has crusted over. അപ്പൊ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര നാള് ഈ ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ആ അയാളുടെ മേലെ റാഷ് അപ്പിയർ ചെയ്യുന്ന സമയം തൊട്ട് 1 to 2 days ബിഫോർ റാഷ് വരുന്നതിന് 1 to 2 days മുൻപ് തൊട്ട് 5 days ആഫ്റ്റർ റാഷ്, അതായത് ആ റാഷ് വന്നതിന് ശേഷം 5 days വരെ, വരുന്നതിന് 2 days മുൻപ് തൊട്ട് വന്നതിന് ശേഷമുള്ള 5 days വരെയാണ് മാക്സിമം കമ്മ്യൂണിക്കബിലിറ്റി. ആ സമയത്ത് ആളുടെ അടുത്ത് പോയാലാണ് നമുക്ക് മാക്സിമം ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ്. സീസണാലിറ്റി, ഏത് സീസണിലാണ് ഇത് കൂടുതൽ കാണുന്നത്? നമ്മൾ ഏത് ഡിസീസ് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു സീസണാലിറ്റി പഠിക്കും. ഏത് സീസണിലാണ് കൂടുതലായിട്ട് കാണുന്നത്, അത് ആ വൈറസിന് കൂടുതൽ സ്പ്രെഡ് ആവാനും ഒക്കെ ഉള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ഏത് സീസണിലാണ്? വിന്റർ ആൻഡ് സ്പ്രിംഗ് ഫോർ ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയി കാണുന്നത് വിന്റർ ആൻഡ് സ്പ്രിംഗിലാണ്. Incidence and severity of herpes zoster disease increases with age, with marked increase after 50 years of age, which correlates to age-related decline in cell-mediated immunity. Among adults who have reached 85 years of age, estimated that approximately half will have suffered at least one episode of herpes zoster. അപ്പം ഹെർപ്പിസ് സോസ്റ്റർ ഇൻഫെക്ഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഇൻഫെക്ഷൻ ഏജ് കൂടുന്തോറും തന്നെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഈ ഏജ് കൂടുന്തോറും നമുക്ക് അതിനുള്ള റെസിസ്റ്റൻസ്, അതായത് ഹെർപ്പിസ് സോസ്റ്ററിനെ പറ്റിയാണ് പറയുന്നത്.
ചിക്കൻ പോക്സ് വൈറസ് തന്നെ കോസ് ചെയ്യുന്ന രണ്ട് ഡിസീസാണ്. ഒന്നെന്ന് പറയുന്നത് ചിക്കൻ പോക്സും, രണ്ട് ഷിംഗിൾസും. ഷിംഗിൾസിന്റെ മറ്റൊരു പേരാണ് ഹെർപ്പിസ് സോസ്റ്റർ. ചിക്കൻ പോക്സ് വന്ന് കുറെ നാൾ കഴിഞ്ഞ് ഈ വൈറസ് ബോഡിയിൽ തന്നെ ലേറ്റന്റ് ആയിട്ട് നിന്നിട്ട് പിന്നീട് ഒരു ചാൻസ് കിട്ടുമ്പോൾ ആ വൈറസ് നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാവുന്ന ഡിസീസാണ് ഹെർപ്പിസ് സോസ്റ്റർ. അപ്പൊ ചിക്കൻ പോക്സ് വന്ന് എല്ലാവർക്കും ഹെർപ്പിസ് സോസ്റ്റർ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും. ഇമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ച് ഹെർപ്പിസ് സോസ്റ്റർ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ചിക്കൻ പോക്സിന്റെ ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 2013 28,090 കേസസ് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ 61 ഡെത്ത് ഉണ്ടായിരുന്നു. കേസ് ഫെറ്റാലിറ്റി റേറ്റ് 0.21% ആണ്. കേരളത്തിലായിരുന്നു ഹയസ്റ്റ് നമ്പർ ഓഫ് കേസസ്. 2013 സർവേ അനുസരിച്ച് കേരളത്തിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് കേസസ് ഓഫ് ചിക്കൻ പോക്സ് കണ്ടത്. വെസ്റ്റ് ബംഗാളിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് കണ്ടത്. കേസ് ഉള്ളതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻഫെക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. പ്രൈമറി ഇൻഫെക്ഷൻ കോസസ് ചിക്കൻ പോക്സ്. റിക്കവറി ഫ്രം പ്രൈമറി ഇൻഫെക്ഷൻ ഇസ് കോമൺലി ഫോളോഡ് ബൈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലേറ്റന്റ് ഇൻഫെക്ഷൻ ഇൻ ദ ക്രേനിയൽ നെർവ്സ്, സെൻസറി ഗാംഗ്ലിയ ആൻഡ് സ്പൈനൽ root ganglia, often for decades without clinical manifestation, where cell-mediated immunity wanes with age or following immunosuppressive therapy. അതായത് നമുക്ക് ഈ ചിക്കൻ പോക്സ് വൈറസ് നമ്മളെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ അത് നമ്മളുടെ സ്കിന്നിൽ നിന്ന് എന്ത് പറ്റും? ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ ആദ്യമേ അത് എവിടെയായിരുന്നു? റെസ്പിറേറ്ററി സിസ്റ്റത്തിലായിരുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തി, ലിംഫിലേക്ക് എത്തി, ലിംഫിന് ബ്ലഡിലേക്ക് എത്തി, ബ്ലഡിന് സ്കിന്നിലേക്ക് എത്തി. സ്കിന്നിൽ ഈ ലീഷൻസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് മാക്യൂളും, പാപ്യൂളും, പസ്റ്റൂളും, വെസിക്കിളും ഒക്കെ കിട്ടി. അതിനുശേഷം ഇത് സ്കിന്നിൽ നിന്ന് എവിടേക്ക് ട്രാവൽ ചെയ്യും? സ്കിന്നിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഉണ്ടല്ലോ, ബ്രെയിനിൽ നിന്ന് നെർവ്സ് എല്ലാ ബോഡി പാർട്ടിലേക്കും പോകുന്നുണ്ട്, സ്കിന്നിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഈ സ്കിന്നിൽ ഈ വൈറസ് എത്തിക്കഴിയുമ്പോൾ സ്കിന്നിലുള്ള നെർവ്സ് വഴി എന്ത് ചെയ്യും? ഇത് തിരിച്ച് സ്കിന്നിലെത്തുമ്പോൾ സ്കിന്നിലുള്ള നെർവ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അങ്ങനെ സ്കിന്നിലുള്ള നെർവ്സിലൂടെ തിരിച്ച് ബ്രെയിനിലേക്ക് ട്രാവൽ ചെയ്യും. ആ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ് ആണ്. അപ്പൊ ആ നെർവ്സിൽ കയറിയാൽ ബ്രെയിൻ വരെ എത്താം വൈറസിന്. അപ്പൊ അങ്ങനെ ക്രേനിയൽ നെർവ്സ്, സെൻസറി ഗാംഗ്ലിയ, സ്പൈനൽ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ, ഇങ്ങനെ ഈ നെർവ്സിനെയൊക്കെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റും? പക്ഷെ ഈ ഡിസീസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. ചിക്കൻ പോക്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. പക്ഷെ ഈ വൈറസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചൊക്കെ നെർവ്സ് വഴി ബ്രെയിനിലേക്കും സെൻസറി ഗാംഗ്ലിയയിലേക്കും സ്പൈനൽ റൂട്ട് ഗാംഗ്ലിയയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അവിടെ പോയി അതൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അവിടെ അടങ്ങിയിരുന്നുള്ളൂ. വിത്തൗട്ട് എനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, യാതൊരു സിംറ്റവും ഉണ്ടാക്കത്തില്ല. പക്ഷേ അതെന്തുകൊണ്ട് സിംറ്റം ഒന്നും ഉണ്ടാക്കത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ലീഷൻ സ്കിന്നിലേക്ക് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതിനെതിരെയുള്ള ഡിഫൻസ് മെക്കാനിസം ഒക്കെ നല്ല സ്ട്രോങ് ആക്കി കഴിഞ്ഞു. അതിന് ശേഷം സ്കിന്നിൽ വന്നതിന് ശേഷമാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഇതിനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷെ അപ്പോഴും ആ വൈറസ് ഉണ്ട് നെർവ്സിൽ, എവിടെയും പോയിട്ടില്ല, നെർവ്സിനകത്ത് തന്നെ ജീവിക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ആളുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറയുമ്പോൾ എന്ത് പറ്റും? സെക്കൻഡറി ഇൻഫെക്ഷൻ, നെർവ്സിലിരിക്കുന്ന ഈ വൈറസ് നമുക്കൊരു ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ പ്രൈമറി ഇൻഫെക്ഷൻ ഓഫ് വാരിസെല്ല സോസ്റ്റർ എന്ന് ചോദിച്ചാൽ അത് ചിക്കൻ പോക്സ് ആണ്. സെക്കൻഡറി ഇൻഫെക്ഷൻ ചോദിച്ചാൽ ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന ഡിസീസാണ്. എന്താണ് ഈ ഡിഫറൻസിന്റെ കാര്യം? വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറി ആദ്യമേ അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെത്തുന്നു, ലിംഫിലെത്തുന്നു, ബ്ലഡിലെത്തുന്നു, സ്കിന്നിലെത്തുന്നു. ആ ലീഷൻസ് നമുക്ക് മാക്യൂൾ, പാപ്യൂൾ, പസ്റ്റ്യൂൾ ഒക്കെ കാണാൻ പറ്റുന്നത്, അതിന് ചിക്കൻ പോക്സ് പറയുന്നത്. സ്കിന്നിലെത്തുമ്പം ചില വൈറസസ് സ്കിന്നിലുള്ള നെർവ്സ് വഴി ബ്രെയിനിലേക്ക് എത്തി അവിടെ തന്നെ താമസിക്കുന്നു. പക്ഷെ ഒരു ഡിസീസും കോസ് ചെയ്യുന്നില്ല, ഒരു അസുഖവും കോസ് ചെയ്യുന്നില്ല, ഒരു ഹാമും ഇല്ലാതെ, ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ അവർ അവിടെ തന്നെ ഇരിക്കും വിത്തൗട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. യാതൊരു ക്ലിനിക്കൽ സിംറ്റവും കോസ് ചെയ്തില്ല. പക്ഷേ ഏതെങ്കിലും അത് എന്തുകൊണ്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി കുറയാൻ ചാൻസ് വന്നാൽ, എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ല ഏജ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുത്തു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അവിടെ ലേറ്റന്റ് ആയിട്ട് കിടന്ന ആ വൈറസ്, ലേറ്റന്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷനും കോസ് ചെയ്യാതെ നമ്മുടെ ബോഡിക്കകത്ത് കിടന്ന ആ വൈറസ് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ തവണ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷന്റെ പേരാണ്
ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ഷിംഗിൾസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ യൂഷ്വലി ആ കേസ് ഓഫ് ചിക്കൻ പോക്സ്. എങ്ങനെയാണ് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്? സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേസ് ഓഫ് ചിക്കൻ പോക്സ്, മറ്റ് ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. വൈറസ് അക്കേഴ്സ് ഇൻ ഓറോഫാരിഞ്ചൽ സെക്രീഷൻസ് ആൻഡ് ലീഷൻസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കോസ. ആളുടെ ഓറോഫാരിഞ്ചൽ സെക്രീഷൻ, അതായത് സലൈവ, അതുപോലെ തന്നെ എയർ ഡ്രോപ്ലെറ്റ്സ്, കഫ് ചെയ്യുമ്പോൾ വരുന്ന എയറോസോൾസ്, ഇതിലൊക്കെ. അതുപോലെ തന്നെ ലീഷൻസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കോസ, ആ സ്കിന്നിലുള്ള പസ്റ്റ്യൂൾസ് റപ്ചർ ചെയ്ത ലൈനകത്തും വെസിക്കിൾസ് റപ്ചർ ചെയ്ത ലൈനകത്തും വൈറസ് ഉണ്ടാവും. റെയർലി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ മേ ബി പേഴ്സൺ വിത്ത് ഹെർപ്പിസ് സോസ്റ്റർ. ഇനി ചിക്കൻ ബോക്സ് ഉള്ള ഒരാളിലും വാരിസെല്ല വൈറസ് ആണ്, ഹെർപ്പിസ് സോസ്റ്റർ ഉള്ള ആളിലും വാരിസെല്ല വൈറസ് ആണ്. അപ്പൊ നമ്മൾ ചിക്കൻ ബോക്സ് ഉള്ള ആളുടെ അടുത്ത് പോയാലും നമ്മുടെ ബോഡിയിൽ ചിക്കൻ ബോക്സ് വരാം. ഇനിയിപ്പോ നമ്മൾ ഹെർപ്പിസ് സോസ്റ്റർ ഉള്ള ഒരാൾ, എന്ന് വെച്ചാൽ ഷിംഗിൾസ് ഉള്ള ഒരാളുടെ അടുത്ത് പോയാലും നമുക്ക് ചിക്കൻ ബോക്സ് വരാം. പക്ഷെ റെയർ ആണ് അങ്ങനെ. The virus can be readily isolated from vesicular fluid during first 3 days of illness. Scabs are not infective. ആ ഇങ്ങനെ വെസിക്കിളായിട്ട് നിൽക്കുന്ന സമയം, പസ് ഫിൽഡായിട്ട് നിൽക്കുന്ന ആ സമയം, വെസിക്കിളായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ അത് റപ്ചർ ആയിക്കഴിഞ്ഞ് നമ്മൾ അതിനെ തൊടുവാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് വൈറസ് സ്പ്രെഡ് ആവുന്ന ചാൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം കരിഞ്ഞു കഴിഞ്ഞ് സ്കാബ് സ്റ്റേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്കാബ് എന്ന് പറയുമ്പോൾ മുറിവ് ഉണങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ, അതിനകത്ത് വൈറസസ് ഉണ്ടാവില്ല, ഇൻഫെക്റ്റീവ് ആയിരിക്കത്തില്ല. The period of communicability of patients with varicella is estimated to range from 1 to 2 days before appearance of rash. റാഷ് വരുന്നതിന് 1 to 2 days മുൻപാണ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത്. 4 to 5 days ശേഷം വരെ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി അങ്ങനെ തന്നെ നിൽക്കും. വൈറസ് ടെൻസ് ടു ഡൈ ഔട്ട് ബിഫോർ ദ പസ്റ്റുലർ സ്റ്റേജ്. പേഷ്യൻസ് യൂസ് ടു ബി ഇൻഫെക്ഷൻസ് വൺസ് ലീഷൻസ് ഹാവ് ക്രസ്റ്റഡ്. പസ്റ്റുലർ സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ വൈറസ് സ്വയം നശിച്ചു പോകും. പേഷ്യൻസ് സീസസ് ടു ബി ഇൻഫെക്ഷൻസ് വൺസ് ലീഷൻസ് ഹാവ് ക്രസ്റ്റഡ്. അതായത് ആ പേഷ്യന്റിന് ആദ്യമേ ഈ വൈറസ് ഉള്ളിലേക്ക് കയറുന്നു, റെസ്പിറേറ്ററിസിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോഴാണ് ചെറിയ ഫീവർ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് അത് ബ്ലഡിലെത്തുന്നു, ബ്ലഡിൽ നിന്ന് സ്കിന്നിലെത്തുന്നു, സ്കിന്നിലെത്തുമ്പോൾ നമുക്ക് എന്ത് വന്നു തുടങ്ങും? റാഷ് വന്നു തുടങ്ങും. റാഷ് വന്നു കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആളെ അങ്ങ് ഐസൊലേറ്റ് അല്ലേ. ചിക്കൻ ബോക്സ് വരുന്ന ഒരാൾക്ക് ഒരു റാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഷൻസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും, മാറ്റി താമസിപ്പിക്കും. കാരണം അത് വന്ന് ഒരു 4 to 5 days വരെ ഭയങ്കര ഹൈ ചാൻസ് ആണ് സ്പ്രെഡ് ആവാൻ, ഇൻഫെക്ടിവിറ്റി സ്പ്രെഡ് ആവാനുള്ള ഹൈ ചാൻസ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ വൈറസ് എല്ലാം ഡെഡ് ആവും. അത് കഴിഞ്ഞ് പിന്നെ ഈ മുറിവ് കരിയുന്നതോടുകൂടി നമുക്ക് ആളുടെ അടുത്ത് പോകാം എന്നാ പറയുന്നത്. ഈ ലീഷൻസ് ഇങ്ങനെ വന്നു, തനിയെ പൊട്ടി, ആ മുറിവ് കരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വൈറസ് എല്ലാം ഡെഡായി, ഇനി ഇൻഫെക്റ്റീവ് അല്ല എന്നാണ് അർത്ഥം. പിന്നെ ആളെ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Secondary attack rate. Chickenpox is highly communicable. Secondary attack rate in household contacts approaches 90%. അതായത് എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ചിക്കൻ പോക്സ് ഉണ്ട് എങ്കിൽ ആ ആളൊരു പേഷ്യൻ്റ് ആണ്. ആ പേഷ്യന്റിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. ചിക്കൻ പോക്സിന് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഭയങ്കര ഹൈ ആണ്. എന്ന് വെച്ചാൽ ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ആയിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 90%. 90% എന്ന് പറയുമ്പോൾ 100 പേർക്ക് ചിക്കൻ പോക്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ പോകുന്ന 90 പേർക്കും, അതായത് ഒരാൾക്ക് ചിക്കൻ പോക്സ് ഉണ്ട്, ആളുടെ അടുത്ത് 100 പേര് പോയി കഴിഞ്ഞാൽ അതിൽ 90 പേർക്കും ഇത് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്രമാത്രം ഹൈ ഇൻഫെക്ടിവിറ്റി ആണ് ചിക്കൻ പോക്സിനുള്ളതെന്നാണ് പറയുന്നത്. അതിനാണ് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻഫെക്ടിവിറ്റി കൂടുതലാണ്. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ലീഷൻസ് വരുന്നത്? സ്റ്റേജ് ബൈ സ്റ്റേജ്. നമ്മൾ ഓൾറെഡി പാത്തോഫിസിയോളജി സമ്മറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ്. Onset is sudden with mild or moderate fever in the back, shivering and malaise. This stage is very brief, lasting for about 24 hours. In adults, prodromal illness is usually more severe and may last for 2 to 3 days before the rash comes on. പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ റാഷ് വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണ്. ചിക്കൻ പോക്സിന്റെ വൈറസ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു, പക്ഷെ റാഷ് സ്കിന്നിൽ റാഷ് അപ്പിയർ ചെയ്തിട്ടില്ല. അതുവരെയുള്ള സ്റ്റേജിനെയാണ് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ പേഷ്യന്റിന് എന്തായിരിക്കും സംഭവിക്കുന്നത്?
ആ സ്റ്റേജിൽ മൈൽഡ് ആയിട്ടുള്ള ഫീവറും ചെറിയൊരു ബോഡി പെയിനും ഷിവറിങ്ങും ഓവറോൾ ഒരു വീക്ക്നെസ്സും ഒക്കെ ആയിരിക്കും. ഇറ്റ് ലാസ്റ്റ് ഫോർ 24 hours. എത്ര ദിവസം വരെ? ഒന്നോ രണ്ടോ, അഡൽട്ട് ആണെങ്കിൽ 1-2 ദിവസം വരെ, കുട്ടികളാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു ചെറിയ പനിയും, അതായത് വൈറസ് അകത്തേക്ക് കയറി റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുമ്പോൾ ബോഡി അതിനെ പ്രതിരോധിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ചൂട് കൂടും, നമുക്കൊരു വീക്ക്നെസ് ഒക്കെ വരും. അതൊക്കെയാണ് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ്. അപ്പൊ വൈറസ് ബ്ലഡിൽ എത്തിയിട്ടില്ല, സ്കിന്നിലും എത്തിയിട്ടില്ല. ഇറപ്റ്റീവ് സ്റ്റേജ്. In children, rash is often the first sign. It comes on the day the fever starts. ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ റാഷ് വന്നു തുടങ്ങിയ സ്റ്റേജിനെയാണ് നമ്മൾ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് സ്കിന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് റാഷ്. ചിക്കൻ പോക്സ് റാഷിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1. ഡിസ്ട്രിബ്യൂഷൻ. ദ റാഷ് ഇസ് സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ രണ്ട് സൈഡിലും കാണും. അതായത് ബോഡിയുടെ ഒരു സൈഡിൽ മാത്രമായിട്ടൊന്നുമല്ല, രണ്ട് സൈഡിലും കാണും ഈ റാഷസ്. It first appears on the trunk where it is abundant and then comes on the face, arms and legs where it is less abundant. ആദ്യമേ ഈ റാഷ് എവിടെയാണ് വരുന്നത്? ട്രങ്കിലാണ് വരുന്നത്. ട്രങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ച്, വയറ്, ആ ഭാഗങ്ങളിലായിരിക്കും ആദ്യം വരുന്നത്. പിന്നെ അത് എവിടേക്ക് വരും? ഫേസ്, ആംസ്, ലെഗ്സ്. അപ്പൊ ബോഡിയുടെ, നമുക്ക് ഈ വയറിനെ ബോഡിയുടെ സെന്ററിൽ നിന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്ററിൽ നിന്ന് തുടങ്ങി ബൗണ്ടറിയിലേക്ക് സ്പ്രെഡ് ചെയ്ത്, ബൗണ്ടറി എന്ന് പറയുന്നത് കൈയും കാലും ഒക്കെ. സോ ആദ്യം നെഞ്ച്, വയറ്, ചെസ്റ്റ്, അങ്ങനത്തെ ഒരു പാർട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ബൗണ്ടറിയിലുള്ള പാർട്സ്, ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഹാൻഡ്സ്, ലെഗ്സ്, ഫേസ്, അവിടേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു. മ്യൂക്കോസൽ സർഫസ്, എക്സാമ്പിൾ ബക്കൽ, ഫാരിഞ്ചൽ ആർ ജനറലി ഇൻവോൾവ്. അതേപോലെ നമ്മുടെ വായ്ക്കകത്ത് വരെ ഈ ലീഷൻസ് വരും. മ്യൂക്കോസൽ സർഫസസും ഇൻവോൾവ് ആവും. നമ്മുടെ വായ്ക്കകത്തുള്ള ബക്കൽ മ്യൂക്കോസയിൽ വരെ നമുക്ക് എന്ത് കാണാം? ഈ ചിക്കൻ പോക്സിന്റെ റാഷസ് കാണാം. Axilla may be affected, but palms and soles are usually not affected. Density of eruption diminishes centrifugally. അതായത് നമ്മുടെ ബോഡിയുടെ സെന്ററിൽ നിന്നും അറ്റങ്ങളിലേക്ക് പോകും തോറും, എന്ന് വെച്ചാൽ വയറ്റിൽ നിന്ന് കൈയിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് കാലിലേക്ക് പോകും തോറും ഈ ലീഷൻസിന്റെ എണ്ണം കുറഞ്ഞു വരും. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ബോഡിയുടെ സെന്റർ, ട്രങ്ക്, അതായത് നെഞ്ച്, വയറ്, ആ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അവിടെയാണ് ആദ്യം വരുന്നത്. പിന്നീട് കൈകാലുകളിലേക്ക് പോകുന്നു, അവിടെ അതിന്റെ നമ്പർ കുറവാണ്. വേറൊരു പോയിന്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ വായ്ക്കകത്ത് വരെ ഇത് കാണാൻ പറ്റും. ബക്കൽ മ്യൂക്കോസിൽ, അതേപോലെ തന്നെ ഫാരിഞ്ചൽ മ്യൂക്കോസിൽ ഇത് കാണാൻ പറ്റും. പിന്നെ മൂന്നാമതൊരു ഓർക്കൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് എവിടെയൊക്കെ കാണുന്നു? അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ആക്സിൽ, അതായത് നമ്മുടെ കക്ഷങ്ങളിലും ഇത് വരാം. പക്ഷെ പാംസിലും സോളിലും വരില്ല. ഉള്ളം കൈയിലും ഉള്ളം കാലിലും ഇത് പൊതുവെ കാണാറില്ല. അപ്പൊ എവിടേക്കാണ് ചിക്കൻ പോക്സ് റാഷ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ട്രങ്കിലാണ്. ആദ്യം കാണുന്നതും ട്രങ്കിൽ തന്നെ, പിന്നെ ട്രങ്കിൽ നിന്ന് നമ്മുടെ എക്സ്ട്രീമിറ്റീസ്, അതായത് കൈ, കാല്, ഫേസ്, അവിടേക്ക് സ്പ്രെഡ് ആവുന്നു. അവിടെ കുറവാണ് കാണുന്നത്. ആക്സില പോലത്തെ റീജിയൻസിൽ അത് കാണും, പക്ഷെ പാമിലും സോളിലും കാണാറില്ല. ബക്കൽ മ്യൂക്കോസ, ഫെറിഞ്ചൽ മ്യൂക്കോസ പോലെ സ്ഥലങ്ങളിലും കാണും. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ റാഷസ് സിമെട്രിക്കൽ, എന്ന് വെച്ചാൽ ശരീരത്തിന്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ സെന്ററിലൂടെ ഒരു വര വരച്ചാൽ ആ വരയുടെ അപ്പുറത്തും കാണുന്ന റാഷസ്, ഇപ്പുറത്തും കാണാൻ റാഷസ്. അതായത് ഒരു റൈറ്റ് സൈഡിൽ മാത്രമായിട്ടാണ് ഡോക്ടറെ എനിക്ക് കൂടുതൽ റാഷസ് ഉള്ളത് എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് വരത്തില്ല. റൈറ്റിലുള്ള പോലെ ലെഫ്റ്റിലും കാണും. എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും റാഷസ് വരുന്നത്. എക്സാക്ട്ലി എണ്ണി നോക്കിയിട്ട് നമ്പർ ഈക്വൽ നല്ല പറഞ്ഞ് രണ്ട് സൈഡിലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. Rapid evolution. The rash advances quickly through stage of macule, papule, vesicle, and scab. In fact, the first to attract attention are often the vesicles filled with clear fluid and looking like dewdrops on the skin. They are superficial in sight with easily ruptured walls and surrounded by area of inflammation. Usually, they are not umbilicated. The vesicles may form crust without going through pustular stage. Many of lesions may abort. Scabbing begins 4 to 7 days after the റാഷ് അപ്പിയേഴ്സ്. അതായത് നമ്മൾ സ്മോൾ പോക്സിൽ പഠിച്ച പോലെ അതേ പ്രോഗ്രഷൻ ആണ് ഇവിടെയും കാണുന്നത്. ഈ റാഷസ് ആദ്യം മാക്യൂളായിട്ട് വരും. മാക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോട് തന്നെ ചേർന്നൊരു ഡിസ്കളറേഷൻ മാത്രമാണ്. അത് കഴിയുമ്പോൾ പാപ്യൂൾ പറയുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ലീഷൻസ് ആണ്. ഇവിടെ കണ്ട ഈ ഡിഫറൻസ് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് സ്കിന്നിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന, സ്കിന്നിൽ തന്നെ വരച്ചു വെച്ചേക്കുന്ന പോലെ ഡിസ്കളറേഷൻ, ഒരു കളർ ചേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഇത് സ്കിന്നിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു.
അടുത്തത് അത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ സ്റ്റേജാണ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിനെ എന്തായിട്ടാ കമ്പയർ ചെയ്തേക്കുന്നത്? ഡ്യൂ ഡ്രോപ്പ് ലൈക്ക്, സ്കിന്നിൽ ഡ്യൂ ഡ്രോപ്സ് വീണിരിക്കുന്ന പോലെ. ഡ്യൂ ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ മഴത്തുള്ളി അല്ലെ, ഡ്യൂ ഡ്രോപ്സ്, അത് വന്നിങ്ങനെ നമ്മുടെ സ്കിന്നിൽ വീഴുന്ന ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ ഗ്രാസിൽ പോയി നോക്കുമ്പോൾ നമുക്ക് പുല്ലിന്റെ പുറത്തൊക്കെ കാണാൻ പറ്റുമല്ലോ ഈ ഡ്യൂ ഡ്രോപ്സ്. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഡ്യൂ ഡ്രോപ്സ് വീണ പോലത്തെ അപ്പിയറൻസ് ആണ് വെസിക്കിൾസിന്. ചില സമയം ഇതിനകത്ത്, ഇതിപ്പോ ക്ലിയർ ഫ്ലൂയിഡ് ഉള്ള സ്റ്റേജ് ആണ് വെസിക്കിൾ. ചില സമയം അതിനകത്ത് പസ് നിറയും, അപ്പൊ നമ്മൾ അതിനെ പസ്റ്റ്യൂൾ എന്ന് പറയും. വെസിക്കിൾ ഫോമായി, പിന്നെ പസ്റ്റ്യൂൾ ഫോമായി, പിന്നെ അത് സ്കാബ് ഫോമായി, സ്കാർ ഫോം. അതായത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കാണുന്ന വൂണ്ടാണ് സ്കാബ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കരിയുമ്പോൾ കാണുന്നതാണ് സ്കാർ. ചില സമയം വെസിക്കിൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതായത് പസ്റ്റ്യൂൾ ആവാതെ വെസിക്കിൾ പൊട്ടിയിട്ട് അവിടെ സ്കാബ് ഫോമായി, പിന്നെ സ്കാർ ഫോം ആവും ആണ് പറയുന്നത്. Pleomorphism. A characteristic feature of rash and chickenpox is its pleomorphism. That is, all stages of rash, papule, vesicle, and crust may be seen simultaneously at one time in the same area. This is due to rash appearing in successive crops for 4 to 5 days in the same area. അതായത് നമ്മളിപ്പോൾ ഒരേ സമയം നമ്മൾ ഒരാളുടെ ബോഡി നോക്കുമ്പോൾ ചില റാഷസ് പാപ്യൂൾ സ്റ്റേജിലായിരിക്കും, ചില റാഷസ് വെസിക്കിൾ സ്റ്റേജിലായിരിക്കും, ചിലത് ഓൾറെഡി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്രസ്റ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരേ സമയം തന്നെ, ഇതാണ് pleomorphismത്തിന്റെ എക്സാമ്പിൾ. Characteristic feature of rash in chickenpox is pleomorphism. That is, all shades of rash, papule, vesicle, and crust may be seen simultaneously at one time in the same area. ഒരേ സ്ഥലത്ത്, ഒരേ ഏരിയയിൽ, ഒരേ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? നോക്ക്, ഈ ഒരു ഏരിയ എടുത്ത് നോക്ക്. ഇവിടെ ഓൾറെഡി ഇത് കണ്ടു, ഇത് വന്ന് പൊട്ടിപ്പോയ പോലെ ഉണ്ട്. ഇതാണെങ്കിലോ ദേ വരുന്നേ ഉള്ളൂ, അത്രയ്ക്ക് കുഞ്ഞ്. ഇതാണെങ്കിലോ വന്ന് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. സോ ഒരേ സമയം ഒരേ ഏരിയയിൽ തന്നെ നമുക്ക് പല സ്റ്റേജസിലുള്ള സ്കാർസ് കാണാം, പല പല രൂപത്തിലുള്ള സ്കാർസ് കാണാം. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് എപ്പോഴും എല്ലാ സ്കാറും ഒരേ സ്റ്റേജിലായിരിക്കണം. ഒരിടത്ത് നമ്മുടെ കൈയാണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ കൈയുടെ മേലെ ഒരെണ്ണം വന്ന് പൊട്ടിപ്പോയപ്പോൾ വേറൊരെണ്ണം പുതിയതായിട്ട് വരുന്നുണ്ടായിരിക്കും. ഒരെണ്ണം ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുമ്പോൾ വേറൊരെണ്ണം വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഒരു സ്കാർ പാപ്യൂൾ സ്റ്റേജിൽ, ഒരു ലീഷൻ, ഒരു റാഷ് പാപ്യൂൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വേറൊരെണ്ണം പസ്റ്റ്യൂൾ സ്റ്റേജിലായിരിക്കും, വേറൊരെണ്ണം സ്കാബ് സ്റ്റേജിലായിരിക്കും. അങ്ങനെ എല്ലാ സ്റ്റേജസിലുള്ളത് നമുക്ക് ഒരു സൈറ്റിൽ തന്നെ കാണാം. അതായത് എന്താ പറയുന്നത്? All shades of rash may be seen at one time in same area. ഒരേ സമയം ഒരേ സ്ഥലത്ത് പല പല സ്റ്റേജസിലുള്ള റാഷ് നമുക്ക് കാണാൻ പറ്റും. ഏതാണ് ഈ പല പല സ്റ്റേജസ്? നമ്മൾ നേരത്തെ പഠിച്ച പാപ്യൂൾ, വെസിക്കിൾ, ക്രസ്റ്റ്, മാക്യൂൾ ഒക്കെ. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമേ നമ്മൾ അതിനെ മാക്യൂൾ എന്ന് പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ മാക്യൂൾ എന്താവും? അത് കുറച്ചുകൂടെ വലുതായി ഇങ്ങനെ ഉയർന്നു നിൽക്കും. അപ്പൊ നമ്മൾ അതിനെ പാപ്യൂൾ എന്ന് പറയും. അത് കഴിഞ്ഞ് അതിനകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡ്രോപ്സ് പോയിരിക്കുന്ന സ്റ്റേജിനെ വെസിക്കിൾ എന്ന് പറയും. അത് കഴിഞ്ഞ് അതിനകത്ത് പസ് നിറഞ്ഞിരിക്കുന്ന പസ്റ്റ്യൂൾ എന്ന് പറയും. പിന്നെ അത് പൊട്ടുന്നു, അവിടെ പുറമെ ക്രസ്റ്റ് കാണാം. ആ പൊട്ടിക്കഴിഞ്ഞ ഒരു സ്കാബ് ഫോമും കുറച്ച് നാൾ കഴിയുമ്പോൾ സ്കാർ ഫോമും. ഇത് തന്നെ ഒരേ സമയത്താണ് എല്ലാ ലീഷൻസും ഒരേപോലെ അല്ല പ്രോഗ്രസ് ചെയ്യുന്നത്. ഒരു സൈറ്റിൽ തന്നെ ഒരു ഓർഗൻ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരേ സമയം നമുക്ക് പാപ്യൂൾ സ്റ്റേജും മാക്യൂൾ സ്റ്റേജും വെസിക്കിൾ സ്റ്റേജും പസ്റ്റ്യൂൾ സ്റ്റേജും സ്കാബും ക്രസ്റ്റും എല്ലാം കാണാൻ പറ്റും. അതിനെയാണ്, ആ ഒരു പ്രോപ്പർട്ടിയാണ് പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് എല്ലാ റാഷസും ഒരുമിച്ചല്ല വരുന്ന, പലതും പല സ്റ്റേജിലായിരിക്കും. ഓക്കെ, അപ്പൊ ചിക്കൻ പോക്സിന് റാഷ് വരുന്നതിന് മുമ്പ് ഒരു പനിയൊക്കെ ഉണ്ടായിരിക്കും. ആ സ്റ്റേജിനെ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നു. റാഷ് വന്നു കഴിഞ്ഞുള്ള സ്റ്റേജിന് നമ്മൾ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നു. ഇറപ്റ്റീവ് സ്റ്റേജിൽ വരുന്ന റാഷിന്റെ പല പല പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട്, എങ്ങനെയാണ് ഇവല്യൂഷൻ, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് വരുന്നത്. മൂന്ന്, പ്ലിയോമോർഫിസം എന്താണ്. നെക്സ്റ്റ്, കോംപ്ലിക്കേഷൻസ്. Varicella pneumonia is rare in healthy children, but it is the most common complication in neonates, adults, and immunocompromised patients. അപ്പം ചിക്കൻ പോക്സ് കാരണം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ആണ് വാരിസെല്ല ന്യൂമോണിയ. എന്താണ് വാരിസെല്ല ന്യൂമോണിയ? അതായത് ഈ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ന്യൂമോണിയ അറിയാലോ, നമ്മൾ ലങ്സിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. അത് കൂടുതലായിട്ടും കാണുന്നത് ഏറ്റവും കുഞ്ഞായിട്ടുള്ള കുട്ടികളിലും അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള അഡൽട്സ്, നിയോനേറ്റ്സ്, അതായത് ജനിച്ച കുട്ടികളിലും
അതേപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഷ്യൻസിലാണ് ഈ കോംപ്ലിക്കേഷൻ വരെ എത്തുന്നത്. അല്ലാത്തവരിൽ ഇൻഫെക്ഷൻ വരും, ഈ ലീഷൻസ് ഒക്കെ വന്ന് വെസിക്കിൾസ് ഒക്കെ പൊട്ടിപ്പോയി ഒരു പനിയോടുകൂടി ഇതെല്ലാം അവസാനിക്കും. Varicella zoster virus is a major virus with acute retinal necrosis and progressive outer retinal necrosis, both of which occur with increased frequency among AIDS patients. അതേപോലെ തന്നെ എയ്ഡ്സ് രോഗികളിലൊക്കെ വാരിസെല്ല സോസ്റ്റർ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് എയ്ഡ്സ് രോഗികളിൽ ചിക്കൻ ബോക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. എന്തുകൊണ്ടായിരിക്കും? എയ്ഡ്സ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ടി ലിംഫോസൈറ്റ്സ് എല്ലാം എഫക്റ്റഡ് ആയിട്ട് അവരുടെ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ കുറഞ്ഞിരിക്കുന്ന സ്റ്റേജാണ്. അപ്പം ഒരു ചിക്കൻ ബോക്സ് വൈറസ് ഉള്ളിൽ വന്നാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും ബോഡിയുടെ അടുത്ത് ലിംഫോസൈറ്റ്സ് ഒക്കെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം മൊത്തത്തിൽ വീക്ക് ആയിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് സിവിയർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. അങ്ങനെ എന്ത് പറ്റും? അക്യൂട്ട് റെറ്റിനൽ നെക്രോസിസ്, നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള റെറ്റിന, കണ്ണിനകത്തുള്ള ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനയിൽ, സ്ക്ലീറ കൊറോയിഡ് റെറ്റിന, ഇന്നർമോസ്റ്റ് ലെയർ, കണ്ണിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനയിൽ നെക്രോസിസ്, സെൽസിന്റെ ഡെത്ത് സംഭവിക്കും. അപ്പൊ ഈ ഒരു റെറ്റിനൽ നെക്രോസിസ് എന്ന് പറയുന്നത് ഏത് ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ ആണ്? വാരിസെല്ല സോസ്റ്ററിന്റെ കോംപ്ലിക്കേഷൻ. അത് എല്ലാവരിലും കാണുമോ? ഇല്ല. പിന്നെ ആരെല്ലാം കാണുന്നത്? എയ്ഡ്സ് പേഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് എന്തുകൊണ്ട് എയ്ഡ്സ് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്? ബിക്കോസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. നമ്മൾ ഏത് ഡിസീസിനെ പറ്റി പറയുമ്പോഴും പ്രഗ്നൻസിയിൽ ഉള്ള ഇൻഫെക്ഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഇനിയിപ്പോൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റുബെല്ല ആയിക്കോട്ടെ, മംസ് ആയിക്കോട്ടെ, ഏത് ഡിസീസ് ആയാലും ഒരു പ്രഗ്നന്റ് വുമൺ ഈ ഡിസീസ് വന്നാൽ അത് കുട്ടിയിലേക്ക് സ്പ്രെഡ് ആകുമോ? സ്പ്രെഡ് ആയാൽ അത് കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രഗ്നൻസിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ ഇൻഫെക്ഷൻസിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ടോർച്ച് ഇൻഫെക്ഷൻസ്. പ്രഗ്നൻസിയിൽ കാണുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഈ ടോർച്ച് എന്ന് പറഞ്ഞാൽ TORCH, ടോർച്ച്. അതിന്റെ ഫുൾ ഫോം എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ടോക്സോപ്ലാസ്മോസിസ്, ആർ എന്ന് വെച്ചാൽ റുബെല്ല, സി എന്ന് വെച്ചാൽ സൈറ്റോമെഗാപ്ലെക്സ് വൈറസ്, ആൻഡ് ഓൾസോ എച്ച് എന്ന് വെച്ചാൽ HIV, ഒ എന്ന് വെച്ചാൽ അതർ ഡിസീസ്. അതായത് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് എപ്പോഴും ടോർച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ടോർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ടോർച്ച് ഒരു ഷോർട്ട് ഫോം ആണ്. ടി എന്ന് പറഞ്ഞാൽ ടോക്സോപ്ലാസ്മോസിസ്, ആർ എന്ന് പറഞ്ഞാൽ റുബെല്ല, ഒ എന്ന് പറയുമ്പോൾ അതർ ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, ആർ എന്ന് പറയുമ്പോൾ റുബെല്ല, സി എന്ന് പറഞ്ഞാൽ സൈറ്റോമെഗാലോ വൈറസ്, എച്ച് എന്ന് പറയുന്നത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ആൻഡ് HIV. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ ഒരു വൈറസ് ഉണ്ടായി അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആ ഇൻഫെക്ഷൻ കാരണം എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മൾ എല്ലാ ഡിസീസിലും നോക്കണം. അപ്പം ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ചിക്കൻ ബോക്സ് വന്നാൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻ ഡ്യൂറിങ് pregnancy presents a risk for the fetus leading to congenital varicella syndrome. ആ കുട്ടിക്ക് കൺജനൈറ്റൽ ആയിട്ട് തന്നെ ജന്മന ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടാവും. അതിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് congenital varicella syndrome. It occurs in 0.4 to 2% of children born to mothers who become infected with BZB during the first 20 weeks of gestation. എപ്പോഴും അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആദ്യത്തെ 20 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കുട്ടിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ, കുട്ടിക്ക് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. കാരണം ആദ്യത്തെ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ 20 വീക്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആ സമയത്താണ് കുട്ടിയുടെ ബോഡി എല്ലാം ഡെവലപ്പ് ആകുന്നത്. ഓർഗനോജെനസിസ്, അതായത് ഓർഗൻസ് ഡെവലപ്പ് ആകുന്ന സമയമാണ്. അപ്പൊ ആ സമയത്താണ് അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ചിക്കൻ ബോക്സ് വാരിസെല്ല ഇൻഫെക്ഷൻ ആണെങ്കിലും 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ഉള്ളിലാണ് വരുന്നെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കൺജനറ്റൽ വാരിസെല്ല സിൻഡ്രോം. കൺജനറ്റൽ എന്ന് വെച്ചാൽ ജന്മനാൽ വരുന്ന വാരിസെല്ല സിൻഡ്രോം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് കാണുന്നത്? ഡാമേജ് ടു സെൻസറി നെർവ്സ്, അതായത് സെൻസറി നെർവ്സ്, ആളുടെ നെർവ്സ് എല്ലാം തന്നെ ഡാമേജ് ആയി പോകുന്നൊരു കണ്ടീഷൻ കാണാം. പിന്നെ ഡാമേജ് ടു ഓപ്റ്റിക് സ്റ്റോക്ക് ആൻഡ് ലെൻസ് വെസിക്കിൾ, അതായത് നമ്മുടെ കണ്ണിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഓപ്റ്റിക് നെർവിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അടുത്തത് ഡാമേജ് ടു ബ്രെയിൻ ഓർ എൻസെഫലൈറ്റിസ്, ബ്രെയിനിന് ഡാമേജ് ആണ്. ഡാമേജ് ടു സെർവൈക്കൽ ഓർ ലംബോസാക്രൽ കോഡ്, നമ്മുടെ സ്പൈനൽ കോഡിലെ ആ നെർവ്സിന്, സെർവൈക്കലും അതുപോലെ ലംബോസാക്രൽ നെർവ്സിനും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അടുത്തത് സൈക്കാട്രിക്കൽ സ്കിൻ ലീഷൻസ്. എന്താണ് സൈക്കാട്രിക്കൽ സ്കിൻ ലീഷൻസ് എന്ന് വെച്ചാൽ
അത് ഒരുപാട് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ കൂടിയിട്ടുണ്ടാകുന്ന സ്കിൻ ചേഞ്ചസ് ആണ്, സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ, സ്കിന്നിന്റെ കളർ കുറഞ്ഞ് വെള്ള വെള്ള പാടുകൾ കാണുന്നു. ഇനി മൈക്രോ ഒഫ്താൽമിയ, മൈക്രോ ഒഫ്താൽമിയ എന്ന് പറയുമ്പോൾ കണ്ണിന്റെ സൈസ് വളരെ, അതായത് ഡാമേജ് ടു സെൻസറി നെർവ്, സെൻസറി നെർവ്സിന് ഡാമേജ് ഉണ്ടാവുന്ന കാരണം എന്ത് പറ്റും, സ്കിന്നിൽ ഹൈപ്പോ പിഗ്മെന്റേഷനും സൈക്കാട്രിക്കൽ ലേഷൻസും കാണാം, സ്കിന്നിൽ ചേഞ്ചസ് കാണാം. ഓപ്റ്റിക് നെർവിന്, ഓപ്റ്റിക് നെർവ് എന്ന് വെച്ചാൽ കണ്ണിലേക്കുള്ള നെർവാണ്, ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാകുന്ന കാരണം മൈക്രോ ഒഫ്താൽമിയ, കാറ്ററാക്ട്, കോറിയോറെറ്റിനൈറ്റിസ്, ഓപ്റ്റിക് അട്രോഫി പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും. ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത് കാരണം മൈക്രോസെഫാലി, ഹൈഡ്രോസെഫാലി, കാൽസിഫിക്കേഷൻസ്, അപ്ലാസി ഓഫ് ബ്രെയിൻ. മൈക്രോസെഫാലി എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ സൈസ് കുറയുക, ഹൈഡ്രോസെഫാലി എന്ന് പറയുമ്പോൾ തലയിൽ വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. കാൽസിഫിക്കേഷൻസ്, അപ്ലാസി ഓഫ് ബ്രെയിൻ. ഡാമേജ് ടു സെർവൈക്കൽ ഓർ ലംബോസാക്കൽ കോഡ്, hypoplasia of an extremely motor and sensory deficits, absent DTR, Homer syndrome, anal or urinary sphincter dysfunction. അപ്പോൾ സെർവൈക്കൽ ഓർ ലംബോസാക്രൽ നമ്മുടെ സ്പൈനൽ കോഡിലെ നെർവ്സ് അഫക്റ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും, ഒരുപാട് കാലിനും കൈക്കും ഒക്കെ വളർച്ചക്കുറവ്, വലിപ്പം കുറവ്, അതുപോലെ തന്നെ മൂവ്മെന്റിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ യൂറിനൊക്കെ പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വരും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഈ ഒരു സൈഡിലുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വാരിസെല്ല വൈറസ്, ചിക്കൻ ബോക്സ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് 20 വീക്സിനുള്ളിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം. എന്തൊക്കെയാണ് കുട്ടിക്ക് ഉണ്ടാകുന്നത്, സെൻസറി നെർവ്സ്, ഓപ്റ്റിക് നെർവ്സ്, ഓപ്റ്റിക് സ്റ്റോക്ക്, ബ്രെയിൻ സെൽസ്, അതുപോലെ സെർവൈക്കൽ ലംബോസാക്കൽ കോഡ്, ഇതിനെല്ലാം ഡാമേജ് സംഭവിക്കും. ഇനി വെറൈറ്റീസ് ഓഫ് ചിക്കൻ ബോക്സ്, ചിക്കൻ ബോക്സ് ലീഷൻസിന്റെ തന്നെ ചില വെറൈറ്റീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വാരിസെല്ല ബുള്ള, ക്യാരക്ടറൈസ്ഡ് ബൈ ഫോർമേഷൻ ഓഫ് ബുള്ളസ് ഇറപ്ഷൻസ്, കുറച്ചും കൂടെ വലുത്. നമ്മൾ കണ്ട വെസിക്കിൾ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വെസിക്കിൾ എന്ന് പറഞ്ഞത്. ആ വെസിക്കിൾ തന്നെ ഒരുപാട് വലുതായ സ്ട്രക്ചറാണ് ഈ ബുള്ള. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫിഗർ സൂക്ഷിച്ച് നോക്കിയറിയുമ്പോൾ വളരെ വലിയ വെസിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനത്തെ ലേഷൻസ് ആണ് നമ്മൾ അതിനെ വാരിസെല്ല ബുള്ള എന്ന് പറയും. നോർമലായിട്ട് ഇതൊന്നും കാണാറില്ല, ചില കണ്ടീഷൻസിൽ മാത്രമേ വരുള്ളൂ. ചില കണ്ടീഷൻസിൽ വെസിക്കിൾസിന്റെ സൈസ് ഒരുപാട് വലുതാവുകയും നല്ല തെള്ളി നീക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വാരിസെല്ല ബുള്ള എന്ന് പറയും. നെക്സ്റ്റ്, വാരിസെല്ല ഗാംഗ്രീനോസ. ഇറ്റ് ഇസ് സീൻ ഇൻ ഇൽ നറിഷ്ഡ് ചിൽഡ്രൻ ആൻഡ് there are dark crusts formed in eruptions which on separation leave behind ulcers. അതായത് ചില കുട്ടികളിൽ മാത്രമേ അത് കാണുള്ളൂ, പ്രത്യേകിച്ചും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളിൽ, നറിഷ്മെന്റ് കുറവുള്ള കുട്ടികളിലാണ് ഇത് കാണുന്നത്. അവിടെ എന്താ കാണുന്നത് വെച്ചാൽ ഡാർക്ക് ക്രസ്റ്റ് കാണാം. അതായത് ഇതൊക്കെ ഫോം ചെയ്ത് വെസിക്കിളും ബുള്ളയെല്ലാം ഫോം ചെയ്ത് റപ്ചർ ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഭയങ്കര ഹാർഡായിട്ടുള്ള ക്രസ്റ്റ് കാണാം. അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വലിയ മുറിവ്, വലിയ അൾസറായി മാറി നിൽക്കുന്നത് കാണാം. അടുത്തത് വാരിസെല്ല ഹെമൊറാജിക്ക. ഹെമറേജ് എന്ന പേരിൽ നിന്ന് തന്നെ അറിയാം ബ്ലീഡിങ് ഉണ്ടല്ലേ. അൺകോമൺ വിർലൻ ഫോം ഓഫ് വാരിസെല്ല. ഇതൊക്കെ റെയർ ആയിട്ടുള്ള കാര്യമാണ്, അൺകോമൺ ആണ്. ഹെമറേജസ് അക്കർ ഇൻ ടു ദ വെസിക്കിൾസ് ആൻഡ് ബ്ലീഡിംഗ് മേ ടേക്ക് പ്ലേസ് ഫ്രം ദ മ്യൂക്കസ്. വെസിക്കിൾസ് നമ്മൾ പറഞ്ഞു ഫിൽഡ് വിത്ത് ക്ലിയർ ഫ്ലൂയിഡ് ആണ് വെസിക്കിൾസ്. അതിന് പകരം അതിനകത്ത് ബ്ലഡ് നിറയുകയും അത് പൊട്ടി ബ്ലഡ് വരികയൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് നമ്മൾ വാരിസെല്ല ഹെമൊറാജിക്ക എന്ന് പറയുന്നത്. അപ്പൊ ചിക്കൻ ബോക്സിന്റെ നോർമലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അബ്നോർമലായിട്ട് കാണുന്ന ചില പ്രസന്റേഷൻസ് ആണ് ഇപ്പൊ പഠിച്ചത്. ഈ വെസിക്കിൾസിന്റെ സൈസ് ഒരുപാട് വലുതായിട്ട് ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കണം, നമ്മൾ ആ കണ്ടീഷനെ വാരിസെല്ല ബുള്ള എന്ന് പറയും. അതേപോലെ തന്നെ അവിടെ അൾസർ ഉണ്ടാവുകയാണെങ്കിൽ, ആ സ്ഥലത്ത് ഒരു വലിയ മുറിവ്, ഒരു അൾസർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വാരിസെല്ല ഗാംഗ്രീനോസ എന്ന് പറയും. അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വാരിസെല്ല ഹെമറാജിക്ക എന്ന് പറയും. ഓക്കെ, ചിക്കൻ പോക്സ് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ പോക്സ് ആൻഡ് സ്മോൾ പോക്സിന്റെ ഡിഫറൻസ് നോക്കാം. അതിനു മുമ്പ് കൺട്രോൾ, എങ്ങനെയാണ് ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്ത്, നേരത്തെ സ്മോൾ പോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി എറാഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് അല്ലേ, നമ്മളിത് ഓൾറെഡി എറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ചിക്കൻ പോക്സ് അങ്ങനെ ഇപ്പോഴും പെർസിസ്റ്റിംഗ് ആണ്. അപ്പം അതിന് വാക്സിൻ ഉണ്ട്, വാക്സിനേഷനിലൂടെ മാത്രമേ നമുക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. എന്ത് തരം വാക്സിൻ ആണ് കൊടുക്കുന്നത്? ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ്. ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ്
കൊടുക്കുന്നത് യൂഷ്വലി അതിന്റെ റെക്കമെൻഡേഷൻ 12 to 18 months ഓഫ് ഏജ് ആണ് കുട്ടികൾ കൊടുക്കുന്നത്. അതൊക്കെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. എപ്പോഴാണ് ഏതൊക്കെ വാക്സിൻ കൊടുക്കണം എന്നുള്ളത് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. തൽക്കാലം എപ്പോൾ കൊടുക്കണം എന്നുള്ളത് നോക്കണ്ട, നമുക്കത് പഠിക്കാം. ഡെഫിനറ്റ്ലി ഇപ്പൊ നോക്കണ്ട, ഏത് ടൈപ്പ് വാക്സിൻ എന്ന് മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിനുണ്ട്. സപ്പോസ് ഇപ്പൊ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് ഇപ്പൊ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിൻ വിത്തിൻ 72 hours of exposure. It has been recommended for prevention of chickenpox in exposed സസെപ്റ്റബിൾ ഇൻഡിവിജ്വൽസ്, പർട്ടിക്കുലർലി ഇൻ ഇമ്മ്യൂണോസപ്രസ്ഡ് പേഴ്സൺസ്. നമ്മുടെ വീട്ടിനടുത്തൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോയി PHCയിൽ പറയും ചിക്കൻ ബോക്സ് ഉണ്ട് അടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നില്ലേ, അതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് വാക്സിൻ അല്ല, ഇമ്മ്യൂണോഗ്ലോബിൻ. നമുക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ വിത്തിൻ 72 hours ഓഫ് എക്സ്പോഷർ എടുക്കുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിൻ. ഡിസീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ലതായിട്ട് അസുഖം സ്പ്രെഡായി ലീഷൻസ് ഒക്കെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ ഇനി യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിൻ ഇസ് ഗിവൺ ബൈ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. ഇൻട്രാമസ്കുലർ ആയിട്ടാണ് ആ ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. 12.5 units per kilogram ബോഡി വെയിറ്റ്. അത് റിപ്പീറ്റഡ് ഡോസ് എടുക്കണം ഓരോ 3 ആഴ്ച. ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബോക്സിന്റെ ലീഷൻസ് വലുതായി കടലകൾ പോലെ ഇരിക്കും, കടലേനെ പോലെ റിസംബിൾ ചെയ്യും. ചിക്പി എന്ന് പറയുന്ന കടല പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളതിന് ചിക്കൻ ബോക്സ് എന്ന് പറയാൻ കാരണം. ചിക്കൻ ബോക്സ് വൈറസ് റെസ്പിറേറ്ററി വൈറസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ മോഡ് ഓഫ് സ്പ്രെഡ് എങ്ങനെയാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെയാണ് സ്പ്രെഡ്. ചിക്കൻ ബോക്സ് ഉള്ള ഒരു രോഗി തുമ്മുകയോ തുപ്പുകയോ ചെയ്യുമ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് വഴി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തി. അല്ലെങ്കിൽ ആളുടെ ബോഡിയിലുള്ള ഈ വെസിക്കിൾസ്, പസ് നിറഞ്ഞിരിക്കുന്ന ആ വെസിക്കിൾസ് പൊട്ടി അതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തൊട്ടിട്ട് പിന്നെ നമ്മുടെ കൈ മൂക്കിലൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്തായാലും റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ഈ വൈറസ് എത്തുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തിയിട്ട് ഈ വൈറസ് എന്ത് ചെയ്യും? നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിനെ എഫക്ട് ചെയ്യുന്നു. അവിടെ അത് നമ്മുടെ സെൽസിനെ ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണ്. വൈറസ് അതിന്റെ DNA-യിൽ നിന്ന് അതിന്റെ RNA-യും അതിന്റെ പ്രോട്ടീനും ഫോം ചെയ്ത് പുതിയ വൈറസുകളെ ഫോം ചെയ്യും. ഇതൊക്കെ നടക്കുന്ന എവിടെയാണ്? നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ആര് വരും? മാക്രോഫേജസ് വരും. മാക്രോഫേജസ് ഈ വൈറസിനെ എടുത്തുകൊണ്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൊണ്ടും ലിംഫാറ്റിക് സിസ്റ്റത്തിലെ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞ് വൈറസ് ലിംഫിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ വൈറീമിയ എന്ന് പറയും. എന്നിട്ട് പ്രൈമറി വൈറീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ നിന്ന് അത് ലിവറിനെയും അതുപോലെ സ്പ്ലീനിനെയും എഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. സെക്കൻഡറി വൈറീമിയ എന്ന് പറയുമ്പോൾ അത് ബ്ലഡിൽ നിന്ന് സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് സെക്കൻഡറി വൈറീമിയ. അപ്പൊ ആദ്യമേ ഇത് നമ്മുടെ ബ്ലഡിനകത്തൊക്കെ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചെറിയ പനിയും അതുപോലെ ക്ഷീണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി വൈറസിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പനിയും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പിന്നെ അത് സ്കിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ എന്ത് കാണാൻ പറ്റും? സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും, റാഷ് കാണാൻ പറ്റും. ആ റാഷ് എങ്ങനെയാണ് കാണുന്നത്? ആദ്യമേ ഒരു മാക്യൂൾ ആയിരിക്കും കാണുന്നത്. മാക്യൂൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് മാത്രം കാണാൻ പറ്റും. പിന്നെ ചെറിയ കുരുക്കല് പോലെ കുറച്ച് പൊങ്ങിയ ലീഷൻസ് കാണും. നമ്മളപ്പോൾ അതിനെ പാപ്യൂൾ എന്ന് വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര വലുത്, അതിനകത്തൊരു ഫ്ലൂയിഡ് നിറഞ്ഞിങ്ങനെ വെള്ളത്തുള്ളികൾ സ്കിന്നിന്റെ മേലെ കിടക്കുന്ന പോലെ ഡ്യൂ ഡ്രോപ്സ് ഓൺ സ്കിൻ അപ്പിയറൻസ് വരും. നമ്മൾ ആ സ്റ്റേജിന് വെസിക്കിൾ എന്ന് പറയും. ഈ വെസിക്കിളിനകത്ത് കുറച്ച് കഴിയുമ്പോൾ പസ് നിറയും. ആദ്യമേ ക്ലിയർ ഫ്ലൂയിഡ് ആയിരുന്നു, പിന്നെ പസ് നിറയും. അപ്പൊ നമ്മൾ അതിനെ പസ്റ്റൂൾ എന്ന് വിളിക്കും. പിന്നീട് പസ്റ്റൂള് താനെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആ ലിക്വിഡ് എല്ലാം വീണൊരു പൊട്ടി ആ ലിക്വിഡ് എല്ലാം ഒലിച്ചു വീണ് ആ ലിക്വിഡ് ഉണങ്ങി അവിടെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് ക്രസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ ആ മുറിവിന് നമ്മൾ സ്കാബ് എന്ന് പറയും. അത് കംപ്ലീറ്റ്ലി ഉണങ്ങി കഴിയുമ്പോൾ അവിടെ സ്കാർ ഫോം ആവും. ഇങ്ങനെയാണ് ഓരോരോ സ്റ്റേജസ്. ഇനി ഈ റാഷസ് എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ സ്കാർ ആദ്യമേ നമുക്ക് ആളുടെ ട്രങ്കിലാണ് കാണുന്നത്. ട്രങ്ക് എന്ന് പറയുമ്പോൾ ബോഡിയുടെ സെന്റർ, ചെസ്റ്റ്, സ്റ്റൊമക്ക്, ആ റീജിയൻസിലേക്കാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അത് എവിടേക്ക് സ്പ്രെഡ് ചെയ്യും? നമ്മുടെ കൈ, വയറിൽ നിന്ന് താഴേക്ക്, ചെസ്റ്റിൽ നിന്ന് മേലേക്ക്, കൈകളിലേക്കും. അങ്ങനെ ആദ്യം വയറിന്റെ റീജിയനിലും ചെസ്റ്റിലും വന്നു, പിന്നെ കൈകളിലേക്കും കാലുകളിലേക്കും കഴുത്തിലേക്കും മുഖത്തേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നു. ആദ്യം വരുന്നതും വയറ്റിലാണ്, ഏറ്റവും കൂടുതൽ കാണുന്നതും വയറിന്റെ റീജിയനിലാണ്. ഇതിന്റെ സ്പ്രെഡ് എല്ലായ്പ്പോഴും സിമെട്രിക് ആയിരിക്കും. ഒരു സൈഡിൽ വരുന്ന പോലെ തന്നെ മറ്റു സൈഡിലും വരും, അല്ലാതെ ഒരു സൈഡിൽ മാത്രമായിട്ട് വരത്തില്ല. അതായത് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നു. ഇനി ഈ ലീഷൻസ്
ഈ സ്കിന്നിന്റെ പുറത്ത് കാണുന്നത് കൂടാതെ തന്നെ നമ്മുടെ വായ്ക്കുള്ളില് ബക്കൽ മ്യൂക്കോസയിൽ അതുപോലെ തന്നെ ഫാരിഞ്ചൽ മ്യൂക്കോസയിലും കാണാൻ പറ്റും. കക്ഷം അല്ലെങ്കിൽ ആക്സിലയിലും കാണാൻ പറ്റും. പക്ഷെ പാം അതുപോലെ തന്നെ സോൾ ഉള്ളം കൈയിലും ഉള്ളം കാലിലും കാണത്തില്ല. റാപ്പിഡ് എവല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഈ സ്കാർ ഡെവലപ്പ് ആവുന്നുള്ളത് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് പ്ലിയോമോർഫിസം. നമ്മൾ ഇത് വന്ന ഒരാളുടെ ചിക്കൻ ബോക്സ് വന്ന ഒരാളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് അവിടെ പല പല സ്റ്റേജുള്ള റാഷസ് കാണാം. പാപ്യൂള് കാണാം, വെസിക്കിൾ കാണാം, ക്രസ്റ്റ് എല്ലാം ഒരേ സമയം ഒരു സ്ഥലത്ത് കാണാം. അല്ലാതെ ഒരു സ്ഥലത്ത് കാണുന്ന എല്ലാം ഒരേ സ്റ്റേജ് ആയിരിക്കത്തില്ല. ഒരു സ്ഥലത്ത് തന്നെ പല പല സ്റ്റേജിലുള്ള റാഷസ് കാണാം. അതിനെയാണ് നമ്മൾ അതിനെ നമ്മൾ പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പേഷ്യന്റിന് ആദ്യം പനിയൊക്കെ വന്ന് വൈറസ് ഉള്ളിൽ കയറി സ്കിന്നിൽ ആ റാഷ് വരുന്നതിന് മുമ്പുള്ള ഫേജിനെ നമ്മൾ പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. സ്കിന്നിൽ റാഷസ് വന്നതിന് ശേഷമുള്ള സ്റ്റേജ് നമ്മൾ ഇറപ്റ്റീവ് സ്റ്റേജ് എന്നും പറയും. ഇനി എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്? പൊതുവേ കോംപ്ലിക്കേഷൻസ് കുറവാണ്. പക്ഷെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിൽ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആളുകളിലും അതേപോലെ നിയോനേറ്റ്സ് ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങളിലുമാണ് ഇത് വരുന്നതെങ്കിൽ കോംപ്ലിക്കേഷൻ കൂടുതലാണ്. ആ വൈറസ് ന്യൂമോണിയ കോസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് വാരിസെല്ല ന്യൂമോണിയ. വാരിസെല്ല സോസ്റ്റർ കാരണം ഉണ്ടാകുന്ന ന്യൂമോണിയനെ വാരിസെല്ല ന്യൂമോണിയ എന്ന് പറയും. അതേപോലെ തന്നെ എയ്ഡ്സ് രോഗികൾ, അവരിൽ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ അവരിൽ ഈ വൈറസ് എന്തെയും കണ്ണിന്റെ റെറ്റിന എന്ന് പറയുന്ന ലെയറിനെ ബാധിക്കുകയും അവിടുത്തെ സെൽസിനെ നശിപ്പിക്കുകയും ചെയ്യും. അതിനെ നമ്മൾ അക്യൂട്ട് റെറ്റിനൽ നെക്രോസിസ് എന്ന് പറയും. എന്താണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ? സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉള്ള മറ്റൊരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഇൻഫെക്ഷൻ. പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നാള് ആ ആൾക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും? 1 to 2 days ബിഫോർ അപ്പിയറൻസ് ഓഫ് റാഷ്, 4 to 5 days ആഫ്റ്റർ അപ്പിയറൻസ് ഓഫ് റാഷ്. റാഷ് വരുന്നതിന് 2 ദിവസം മുൻപ് തൊട്ട് റാഷ് വന്നതിന് ശേഷം 5 ദിവസം വരെ ആൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? അതായത് ഒരാളുടെ ബോഡിയിൽ വൈറസ് കയറിക്കഴിഞ്ഞ് അത് ഏറ്റവും ആദ്യത്തെ സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയുള്ള സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് 10 to 21 days ആണ്. ചിലരുടെ ശരീരത്തിൽ വൈറസ് കയറിക്കഴിഞ്ഞ് 10 ദിവസം എടുക്കും സിംറ്റം പുറത്ത് കാണാൻ, ചിലർക്ക് 21 ദിവസം എടുക്കും. ആ ടൈമിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി വാരിസെല്ല സോസ്റ്റർ വൈറസിനെ പറ്റി പറയുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്? സ്കിന്നിൽ വന്ന് എഫക്ട് ചെയ്യുന്ന ഈ വൈറസ് എന്ത് ചെയ്യും? സ്കിന്നിലെ നെർവ്സ് വഴി തിരിച്ച് ബ്രെയിനിലേക്ക് പോയി നമ്മുടെ ഗാംഗ്ലിയോൺസിനേക്ക് എഫക്ട് ചെയ്യും. അതായത് സ്കിന്നിൽ നിന്ന് തിരിച്ച് ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മുടെ ക്രേനിയൽ നെർവ്സ്, സെൻസറി ഗാംഗ്ലിയ, സ്പൈനൽ റൂട്ട് ഗാംഗ്ലിയ അതിനെയൊക്കെ എഫക്ട് ചെയ്യും. പക്ഷെ അവിടെ യാതൊരു സിംറ്റവും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ വൈറസ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കയറി സ്കിന്നിലേക്ക് വരുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഇതിനെതിരെ പ്രവർത്തിക്കും. പോരാത്തതിന് വാക്സിൻ ഒക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നെർവ്സ് വഴി ബ്രെയിനിലേക്കും മറ്റ് ഗാംഗ്ലിയയിലേക്കും ഒക്കെ എത്തുമെങ്കിലും ഒരു സിംറ്റമും കോസ് ചെയ്യത്തില്ല. പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന വൈറസ് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കുന്ന വൈറസിനെ നമ്മൾ ലേറ്റന്റ് ആയിട്ടിരിക്കുന്ന വൈറസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോ ഒരാള് നമ്മൾ പൂട്ടിയിട്ടേക്കാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ തുറന്നു വിട്ട്, ഇപ്പൊ നമ്മളൊരു കടിക്കുന്ന ഒരു പട്ടിയെ പൂട്ടിയിട്ടേക്കാണ്. അപ്പൊ പൂട്ടിയത് കൊണ്ട് മാത്രം അവിടെ അടങ്ങിയിരിക്കുന്ന പട്ടിയാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ നെർവ് സെൽസിൽ അടങ്ങിയിരിക്കുന്ന വൈറസിനാണ് ലേറ്റന്റ് വൈറസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പൂട്ട് തുറന്ന് ആ പട്ടി പുറത്തേക്ക് വരും, എല്ലാവരെയും കടിക്കും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുവാണെങ്കിൽ അത് ചിലപ്പോൾ പ്രായമാവുന്നതുകൊണ്ടാവാം, മറ്റ് അസുഖങ്ങൾ വരുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടൊക്കെ ആവാം. ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി എന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഈ വൈറസ് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതിന് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയും. കാരണം ആദ്യം ചിക്കൻ ബോക്സ് ഉണ്ടാക്കിയ വൈറസാണ് ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ആ ഇൻഫെക്ഷന്റെ പേരാണ് ഷിംഗിൾസ്. ഷിംഗിൾസിലും നമുക്ക് ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയും. ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ 7 to 14 days ആണ് അതിന്റെ ടൈം പീരീഡ്. അതിനകത്തും ഇതേപോലെ റാഷസ് ആണ് കാണുന്നത്, ഫീവർ ഒക്കെയാണ് അതിന്റെ സിംറ്റംസ്. ഇനി പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് വൈറസിൽ ഇൻഫെക്ഷൻ വന്നാൽ അത് കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഫസ്റ്റ് 20 weeks ഓഫ് ജസ്റ്റേഷൻ, ആദ്യത്തെ 20 ആഴ്ചക്കുള്ള വരുന്നെങ്കിൽ അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. കുട്ടിയുടെ സെൻസറി നെർവ്സിനെ, ഓപ്റ്റിക് സ്റ്റോക്കിനെ, ബ്രെയിനിനെ, സർവൈക്കൽ ആൻഡ് ലംബോസാക്കൽ കോഡിനെ ബാധിക്കും. അങ്ങനെ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം. പിന്നെ ചില ഡിഫറൻസസ്, നോർമലായിട്ട് മാക്യൂൾ, പാപ്യൂൾ,
വെസിക്കിൾ, പസ്റ്റൂൾ, ക്രസ്റ്റ്, സ്കാബ്, സ്കാർ ഇങ്ങനെ പോകുന്നതാണ് നോർമൽ സ്റ്റേജ്. അതിന് പകരം ഈ വെസിക്കിൾസ് തന്നെ ഒരുപാട് വലുതായി നിൽക്കുന്ന സ്റ്റേജ് നമ്മൾ വാരിസെല്ല, ബുള്ള എന്ന് പറയും. ചിലരിൽ ആ വെസിക്കിൾസ് നിൽക്കുന്ന സ്ഥലത്ത് അത് പൊട്ടിയതിന് ശേഷം അവിടെ വലിയ അൾസർ ഫോം ചെയ്യും. അതിനെ നമ്മൾ വാരിസെല്ല, ഗാംഗ്രിനോസ എന്ന് പറയും. വെസിക്കിളിനകത്ത് ക്ലിയർ ഫ്ലൂയിഡിന് പകരം ചിലപ്പോൾ ബ്ലഡ് ഫില്ലായിട്ട് അത് പൊട്ടി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ആ സ്റ്റേജ് നമ്മൾ വാരിസെല്ല, ഹെമൊറാജിക്ക എന്ന് പറയും. ഈ അസുഖത്തിന്റെ കൺട്രോൾ 2 മെത്തേഡാണ്. ഒന്ന് വാക്സിൻ കൊടുക്കുക, 2 ഇമ്യൂണോഗ്ലോബുലിൻ കൊടുക്കുക. വാക്സിൻ ആർക്കാണ് കൊടുക്കുന്നത്? ഇതുവരെയും ഇൻഫെക്ഷൻ ആവാത്തവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. ഏതുതരം വാക്സിൻ കൊടുക്കുന്നത്? ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും കാലം കൊണ്ട് എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിസീസ് സിവിയർ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇമ്യൂണോഗ്ലോബുലിൻ. ആഫ്റ്റർ എക്സ്പോഷർ ആണ് ഇമ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. അതിനെയാണ് നമ്മൾ വാരിസെല്ല സോസ്റ്റർ ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. 72 മണിക്കൂർ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അസുഖം ഡെവലപ്പ് ആവും. പിന്നെ അത് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് കമ്പയർ ചെയ്യാൻ തോന്നും സ്മോൾ പോക്സും ചിക്കൻ പോക്സും. സോ അതിന്റെ ടേബിളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഡിഫറൻസ്, ഇൻക്യുബേഷൻ പീരിയഡ് സ്മോൾ പോക്സ് 12 ഡേയ്സ്, ചിക്കൻ പോക്സ് 15 ഡേയ്സ്. നെക്സ്റ്റ്, സ്മോൾ പോക്സിൽ പ്രോഡ്രോമൽ സിംറ്റംസ്, അത് ആദ്യത്തെ സിംറ്റംസ്, പനി എന്ന് പറയുന്ന സിംറ്റംസ് ഒക്കെ അല്ലേ റാഷ് വരുന്നതിന് മുമ്പുള്ള സിംറ്റംസ്, അത് ഭയങ്കര സിവിയർ ആയിരിക്കും. ചിക്കൻ പോക്സിന്റെ കേസിൽ അത് മൈൽഡ് ആയിരിക്കും, അത്രത്തോളം സിവിയർ ആയിരിക്കത്തില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാഷ്, അതായത് എങ്ങനെയാണ് ഈ റാഷ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്മോൾ പോക്സിന്റെ കേസിൽ സെൻട്രിഫ്യൂഗലാണ്, അതായത് സെന്ററിൽ കുറവും കൈകാലുകളിൽ കൂടുതലും ആയിരിക്കും. ചിക്കൻ പോക്സിലോ അതേസമയം കൈകാലുകളിൽ കുറവും സെന്ററിൽ കൂടുതലായിരിക്കും. സെൻട്രിക് പീച്ചലാണ് ചിക്കൻ പോക്സിൽ. സ്മോൾ പോക്സിൽ സെൻട്രിക് ഫ്യൂഗലാണ്. പിന്നെ പാംസ് ആൻഡ് സോൾസ് ആർ ഫ്രീക്വന്റ്ലി ഇൻവോൾവ് ഇൻ സ്മോൾ പോക്സ്, സെൽഡം അഫക്റ്റഡ് ഇൻ ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു ഉള്ളം കൈ ഉള്ളംകാലം അഫക്റ്റഡ് ആകത്തില്ല, പക്ഷെ സ്മോൾ പോക്സിൽ ഉള്ളം കൈ ഉള്ളംകാലം അഫക്റ്റഡ് ആകും. ആക്സില യൂഷ്വലി ഫ്രീ, ആക്സില അഫക്റ്റഡ്. എന്നാൽ ചിക്കൻ പോക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കക്ഷം അഫക്റ്റഡ് ആകും, കക്ഷത്തിൽ വരും. സ്മോൾ പോക്സിൽ കക്ഷം അഫക്റ്റഡ് ആകത്തില്ല. അപ്പൊ ഇതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് അവിടെ ഓൾമോസ്റ്റ്. റാഷ് predominant on extensor surface and bony predominance, റാഷ് common on flexor surface. നമ്മൾ കൂടുതലും എക്സ്റ്റെൻസർ സർഫസിലാണ് സ്മോൾ പോക്സിൽ, കൈയുടെയും കാലിന്റെ ഒക്കെ എക്സ്റ്റെൻസർ സർഫസിലായിരിക്കും കൂടുതലായിട്ട് സ്മോൾ പോക്സിന്റെ റാഷ് കാണുന്നത്. ചിക്കൻ പോക്സിന്റെ ആണെങ്കിൽ ഫ്ലെക്സർ സർഫസിലായിരിക്കും കാണുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റാഷ്, എങ്ങനെയായിരിക്കും ആ റാഷ് ഉണ്ടാകുന്നത്? സ്മോൾ പോക്സിലെ റാഷ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സിറ്റഡ് ആയിരിക്കും, കുറച്ചും കൂടെ ഡീപ്പ് ആയിരിക്കും, ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്ന റാഷ് ആയിരിക്കും. ചിക്കൻ പോക്സിൽ സൂപ്പർഫിഷ്യലായിരിക്കും. പിന്നെ സ്മോൾ പോക്സിൽ വെസിക്കിൾസ് മൾട്ടി ലോക്കുലർ ആൻഡ് അംബിലിക്കേറ്റഡ്, ഒരുപാട് ലോക്യൂൾസ് ഉള്ള വെസിക്കിൾസ് ആയിരിക്കും. ചിക്കൻ പോക്സിൽ യൂണിലോക്കുലർ, ഒന്നൊന്നൊന്നായിട്ടേ കാണാൻ പറ്റുള്ളൂ, ഒരുമിച്ച് ചേർന്നിരിക്കുന്ന കാണാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് അവിടെ ഇവിടെ വെള്ളത്തുള്ളികൾ പോലെ ആയിരിക്കും ചിക്കൻ പോക്സിൽ കാണുന്നത്. സ്മോൾ പോക്സിൽ ഓൺലി 1 സ്റ്റേജ് ഓഫ് റാഷ് മേ ബി സീൻ അറ്റ് വൺ ടൈം, ഒരേ സമയം ഒരു സ്റ്റേജിൽ മാത്രമേ റാഷ് കാണത്തുള്ളൂ. ചിക്കൻ പോക്സിൽ നമ്മൾ അതാണല്ലോ പഠിച്ചത്, പ്ലിയോമോർഫിസം ഉണ്ട് എന്ന് വെച്ചാൽ ഒരേ സമയം ഒരേ സ്ഥലത്ത് പല പല സ്റ്റേജസ് കാണാൻ പറ്റും. ഇനി ചിക്കൻ ബോക്സിൽ സ്മോൾ പോക്സിന്റെ കാര്യം പറയുമ്പോൾ നോ ഏരിയ ഓഫ് ഇൻഫ്ലമേഷൻ ഇസ് സീൻ അറൌണ്ട് വെസിക്കിൾസ്. ചിക്കൻ ബോക്സിൽ ഏരിയ ഓഫ് ഇൻഫ്ലമേഷൻ ഇസ് സീൻ അറൌണ്ട് വെസിക്കിൾസ്. അതായത് സ്മോൾ പോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വെസിക്കിൾസിന് ചുറ്റും തന്നെ ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കം, ഒരു ഇൻഫെക്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. ചിക്കൻ ബോക്സിൽ വെസിക്കിൾ മാത്രമല്ല, അതിന് ചുറ്റും ഇൻഫെക്ഷൻ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഇവല്യൂഷൻ ഓഫ് റാഷ്, എങ്ങനെയാണ് റാഷ് ഇവോൾവ് ആവുന്നത്? സ്മോൾ പോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവല്യൂഷൻ ഓഫ് റാഷ് സ്ലോ, ഡെലിബറേറ്റ് ആൻഡ് മജസ്റ്റിക്, passing through definite stages of macule, papule, vesicle and pustule. Scab begins to form 10 to 14 days after rash appears. അതായത് നമ്മൾ ഓരോ സ്റ്റേജും പറഞ്ഞില്ലേ, മാക്യൂൾ, പാപ്യൂൾ, പസ്റ്റ്യൂൾ, ഈ സ്റ്റേജസ് ഒക്കെ തന്നെ വളരെ സ്ലോ ആണ് സ്മോൾ പോക്സിൽ. ചിക്കൻ പോക്സിൽ അതൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ റാഷ് വന്ന് 10-14 ദിവസം എടുക്കും സ്കാബ് ഫോം ആവും, എന്ന് വെച്ചാൽ വന്ന് വലുതായി പൊട്ടി കരിയാൻ 10-14 ദിവസം എടുക്കും. ചിക്കൻ ബോക്സിലാണെങ്കിൽ 4 മുതൽ 7 ദിവസം കൊണ്ട് തന്നെ അത് വന്ന് വലുതായി പൊട്ടി കരിയാൻ തുടങ്ങും, സ്കാബ് ഫോം ആവും. ഇനിയും ഫീവർ സബ്സൈഡ്സ് വിത്ത് അപ്പിയറൻസ് ഓഫ് റാഷ് ബട്ട് മേ റൈസ് ഇൻ പസ്റ്റുലാർ സ്റ്റേജ്, സെക്കൻഡറി റൈസ് ഓഫ് ഫീവർ. അതാണ് സ്മോൾ പോക്സ്. അതായത് ആദ്യമേ മാക്യൂൾ വരുമ്പോൾ
ആദ്യമേ ആൾക്കൊരു പനി ഉണ്ടാവും, പിന്നെ റാഷ് വന്നു തുടങ്ങുമ്പോൾ പനി ചെറുതായിട്ടൊന്ന് കുറയും, മാക്യൂള് വരും, മാക്യൂള് വരും, വെസിക്കിൾ വരും, പസ്റ്റൂള് വരുമ്പോഴത്തേക്ക് മാക്യൂള് വരും, പാപ്യൂള് വരും, വെസിക്കിൾ വരും, പസ്റ്റൂൾ വരുമ്പോൾ വീണ്ടും ഒരു പനി വരും. ഇതാണ് സ്മോൾ പോക്സ്. ചിക്കൻ പോക്സിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഓരോ സമയത്തും പനി വന്നുകൊണ്ടേയിരിക്കും. അതായത് ആദ്യം പനി വരും, പിന്നെ മാക്യൂള് വരുമ്പോൾ പനി ചെറുതായിട്ടൊന്ന് കുറയും, പിന്നെ പാപ്യൂള് വരുമ്പോൾ ഇച്ചിരി കൂടെ പനി കൂടും, അത് കഴിഞ്ഞ് വെസിക്കിൾ വരുമ്പോൾ പനി കുറച്ചുകൂടെ കൂടും, അത് കഴിഞ്ഞ് പസ്റ്റൂളിൽ വരുമ്പോൾ പനി ഓരോ സ്കിൻ ലീഷൻ മാറി മാറി വരുന്നതനുസരിച്ച് പനി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ചിക്കൻ പോക്സും സ്മോൾ പോക്സും പറയുമ്പോൾ ഡിഫറൻസസ് ആണെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് ചെറിയ ഡിഫറൻസ്, 12 ഡേയ്സ് സ്മോൾ പോക്സും ചിക്കൻ പോക്സിന് 15 ഡേയ്സും. പിന്നെ ഉള്ളത് ചിക്കൻ പോക്സിന്റെ ഒരെണ്ണത്തിന്റെ നന്നായിട്ട് പഠിച്ചത് അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ചിക്കൻ പോക്സിന് ആദ്യത്തെ ആ പനിയൊക്കെ മൈൽഡ് ആണെങ്കിൽ സ്മോൾ പോക്സ് സിവിയർ ആയിരിക്കും. ചിക്കൻ പോക്സും വയറിന്റെ റീജിയനിൽ കൂടുതലും കൈകാലുകളിൽ കുറവാണ്. സെൻട്രിപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്മോൾ പോക്സിൽ സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ചിക്കൻ പോക്സിൽ നമ്മുടെ ഉള്ളം കൈ ഉള്ളം കാലിലും വരത്തില്ല, സ്മോൾ പോക്സിൽ വരും. ചിക്കൻ പോക്സിൽ കക്ഷത്തിൽ ലീഷൻസ് വരും, സ്മോൾ പോക്സിൽ വരത്തില്ല. ചിക്കൻ പോക്സ് കൂടുതലും ഫ്ലെക്സർ സർഫസിനെ എഫക്ട് ചെയ്യുന്നത്, സ്മോൾ പോക്സ് അതിന്റെ ഓപ്പോസിറ്റ് എക്സ്റ്റൻസർ സർഫസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇനി ചിക്കൻ ബോക്സിൽ വരുന്ന റാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പൊ കണ്ട പടത്തിലുള്ള പോലെ സൂപ്പർഫിഷ്യൽ, ഒരുപാട് ഡീപ്പായിട്ടല്ല. പക്ഷെ സ്മോൾ പോക്സിൽ നല്ല ഡീപ്പാണ്. ചിക്കൻ ബോക്സിൽ ഒറ്റയായിട്ടാണ് ഇതെല്ലാം വരുന്നത്. സ്മോൾ ബോക്സിൽ എല്ലാം കൂടെ 2-3 ഒരുമിച്ച് ചേർന്നൊക്കെ ആയിരിക്കും വരുന്നത്. ചിക്കൻ ബോക്സിൽ നമുക്ക് ഒരേ സമയം പല പല ചേസ് കാണാൻ പ്ലിയോമോർഫിസം, അത് സ്മോൾ ബോക്സിൽ കാണത്തില്ല. ആ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ചിക്കൻ ബോക്സിലാണ് പ്ലിയോമോർഫിസം കാണുന്നത്, പ്ലിയോമോർഫിസം എന്താണെന്നും പഠിക്കണം, അത് സ്മോൾ ബോക്സിൽ ഇല്ലാന്നും പഠിക്കണം. അതുപോലെ ഇൻഫ്ലമേഷൻ, ചിക്കൻ ബോക്സ് അറൌണ്ട് വെസിക്കിൾ ഇൻഫ്ലമേഷൻ ഇസ് നോട്ട് സീൻ ഇൻ ചിക്കൻ ബോക്സ്, ഇറ്റ് ഇസ് സീൻ ഇൻ സ്മോൾ ബോക്സ്. ഈ മാക്യുൽ പാപ്പുലാർ ഗ്രോത്ത് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് ചിക്കൻ ബോക്സിൽ. അതേസമയം സ്മോൾ ബോക്സിൽ ഇവല്യൂഷൻ ഓഫ് റാഷ് ഭയങ്കര സ്ലോ ആണ്. ചിക്കൻ ബോക്സിൽ ഓരോ പുതിയ ലീഷൻ വരുമ്പോഴും ഫീവർ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഫീവർ സ്മോൾ പോക്സിന്റെ കേസിൽ ഫീവർ അങ്ങനെയല്ല. ആദ്യമേ ഒരു പനി വരും, പിന്നെ ആദ്യത്തെ മാക്യൂൾ വരുമ്പോൾ ആ പനി അങ്ങ് കുറയും, പിന്നെ പസ്റ്റൂൾ വരുമ്പോൾ ഒരു പനി കൂടെ വരും, അത്രയേ ഉള്ളൂ. ഇതാണ് ഡിഫറൻസസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസീസാണ് മംസ്. മംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, മംസിന്റെ പേര് എങ്ങനെ എഴുതിക്കുന്നത്? MUMPS. അവിടെ പി എന്ന വാക്കിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടല്ലേ പി ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ. അപ്പൊ എന്താണ് ആ പി എന്ന വാക്കിന്റെ ഇമ്പോർട്ടൻസ്? പി സ്റ്റാൻഡ്സ് ഫോർ പെരോട്ടിഡ് ഗ്ലാൻഡ്. പി എന്ന് വെച്ചാൽ പെരോട്ടിഡ് ഗ്ലാൻഡ്. പെരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ പടം കണ്ടോ? ഈ കാണിച്ചേക്കുന്ന ആ കുട്ടിയുടെ പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ്, സലൈവറി ഗ്ലാൻഡ്സിലുള്ള പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ഇത്. ആ ഗ്ലാൻഡിനെ അഫക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിയുടെ, അപ്പൊ മംസ് എന്ന് എഴുതുമ്പോൾ എപ്പോഴും പി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് അഫക്ട്സ് ദ പെരോട്ടിഡ് ഗ്ലാൻഡ്. ആ വൈറസ് റെസ്പിറേറ്ററി വൈറസ് ഒക്കെയാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിലും പെരോട്ടിഡ് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആ വൈറസിന് കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മംസിന്റെ വൈറസ് ചില കോംപ്ലിക്കേഷൻസ് കോസ് ചെയ്യും. അതെന്ത് ചെയ്യും? കാലക്രമേണ ഒരുപാട് കാലം ആ വൈറസ് ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓവറിയെ എഫക്ട് ചെയ്യും, അതേപോലെ ടെസ്റ്റിസിനെ എഫക്ട് ചെയ്യും ഒക്കെ ചെയ്യും. അതിൽ ടെസ്റ്റിസിനെ അഫക്ട് ചെയ്തത് വളരെ കൂടുതലാണ്. ഓർക്കിഡൈറ്റിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. അത് ബോയ്സിലാണ് കാണുന്നത്. ടെസ്റ്റിസിൽ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആകുമ്പോൾ അത് ബോയ്സിലായിരിക്കുമല്ലോ കൂടുതലായിട്ട്. സോ ഇതൊരു ആൺകുട്ടിയാണ്. അപ്പൊ അങ്ങനെയും നമുക്കിത് ഓർത്തു വെക്കാം. ഇനി മംസിനെ പറ്റി നോക്കാം. An acute infectious disease caused by RNA virus classified as genus rubella virus of the family Paramyxoviridae, which has predilection for glandular and nervous tissues. ഏതാണ് വൈറസ്? റുബ്യൂള വൈറസ് ആണ്. പാരാമിക്സോവൈറിഡെ ഫാമിലി ആണ്. അപ്പം RNA വൈറസ് ആണ്. RNA പാരാമിക്സോ വൈറസ് എന്ന് പറഞ്ഞാലും മംസ് ആണ്, റുബ്യൂള വൈറസ് എന്ന് പറഞ്ഞാലും മംസ് ആണ്. ക്ലിനിക്കലി ഡിസീസ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ നോൺ സപ്യൂറേറ്റീവ് എൻലാർജ്മെന്റ് ആൻഡ് ടെൻഡർനെസ് ഓഫ് വൺ ഓർ ബോത്ത് പെരോട്ടിഡ് ഗ്ലാൻഡ്സ്. മംസ് ഉള്ള കുട്ടി എന്തായിരിക്കും പറയുക? ഒരു സൈഡ് അതിന്റെ പെരോട്ടിഡ് ഗ്ലാൻഡ് എന്ത് പറ്റും? പെരോട്ടിഡ് ഗ്ലാൻഡ് അങ്ങോട്ട് വീങ്ങും, വീങ്ങിയിട്ട് നല്ല വേദനയും നീരോട് കൂടിയായിരിക്കും ആ കുട്ടി വരുന്നത്. ഇപ്പം ഇവിടെ കണ്ടോ ആ കുട്ടിയുടെ ഫേസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നല്ലൊരു വീക്കമുണ്ട്. കാരണം ഈ പെരോട്ടിഡ് ഗ്ലാൻഡിൽ എൻലാർജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, വലിപ്പത്തിൽ ഇരിക്കുകയാണ്. അതർ ഓർഗൻസ് മേ ഓൾസോ ബി ഇൻവോൾവ്. മറ്റ് ഓർഗൻസും ഇൻവോൾവ് ആവാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് മേ വേരി or may be inapparent. Disease occurs throughout the world.
ഓൾദോ മോർബിഡിറ്റി ടെൻസ് ടു ബി ഹൈ, മോർട്ടാലിറ്റി ഈസ് നെഗ്ലിജിബിൾ. ഇത് വരാനുള്ള സാധ്യത ഒരുപാട് ഹൈ ആണ്, ഒരുപാട് പേർക്ക് വരും, പക്ഷെ മോർട്ടാലിറ്റി കുറവ്. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഇത് വന്ന് മരിക്കാനുള്ള സാധ്യതയാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി കുറവ്. മംസ് വന്നൊന്നും ആളുകൾ അധികം മരിക്കാറില്ല. പത്തോഫിസിയോളജി, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് മംസ് വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി ഡിസീസ് കോസ് ചെയ്യുന്നത് നോക്കാം. റെസ്പിറേറ്ററി ട്രാൻസ്മിഷൻ ഓഫ് വൈറസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ആകുന്നത്? ഇതുപോലെ ഒരാളെ തുമ്മുമ്പോഴോ ഒക്കെ ആ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറുന്നു. നേരത്തെ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറുന്നു, അവിടുത്തെ സെൽസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇത് RNA വൈറസ് ആണ്. അപ്പൊ RNA വൈറസ് റെസ്പിറേറ്ററി സെൽസിന്റെ അകത്ത് കയറി, വൈറസിന് എന്ത് വേണം? പുതിയ വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് എന്ത് വേണം? ഒരുപാട് പ്രോട്ടീൻ വേണം. അതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ ഒരു സെല്ലിന്റെ സഹായം വേണ്ടേ? അപ്പൊ വൈറസ് എന്ത് ചെയ്യും? നമ്മുടെ ആൽവിയോള റെസ്പിറേറ്ററിസിലുള്ള സെൽസിനെ അങ്ങോട്ട് എഫക്ട് ചെയ്തിട്ട് വൈറസിന്റെ RNAയിൽ നിന്ന് പുതിയ mRNA ഫോം ചെയ്യും. ആ mRNAയിൽ നിന്ന് പുതിയ പ്രോട്ടീൻ ഫോം ചെയ്യും. അങ്ങനെ ഒരുപാട് വൈറസ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന വൈറസിനെ എല്ലാം മാക്രോഫേജ് അറ്റാക്ക് ചെയ്ത് ലിംഫ് നോഡിലേക്ക് കൊണ്ടും. അപ്പോഴാണ് റെപ്ലിക്കേഷൻ നേസോഫാരിങ്സ് ആൻഡ് റീജിയണൽ ലിംഫ് നോഡ്സ്. ലിംഫിൽ നിന്ന് അത് ബ്ലഡിലേക്കും, ബ്ലഡിൽ പോകുന്ന അവസ്ഥയെ നമ്മൾ വൈറീമിയ എന്ന് പറയും. വൈറീമിയ 12 to 15 days ആഫ്റ്റർ എക്സ്പോഷർ. 10-12 ദിവസത്തോളം എടുക്കും റെസ്പിറേറ്ററി ചെയ്തത് ബ്ലഡിലേക്ക് എത്താൻ. 12 to 25 days, ചിലപ്പോൾ 25 ദിവസം വരെ എടുക്കും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എവിഡൻസ് പെടാം. നേരത്തെ ചിക്കൻ ബോക്സിന്റെ വൈറസ് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ലിവറിൽ പോയി, സ്പ്ലീനിൽ പോയി, സ്കിന്നിൽ പോയി, സ്കിന്നിൽ നിന്ന് നേഴ്സിൽ പോയി, നേഴ്സ് വഴി ബ്രെയിനിൽ പോയി, അങ്ങനെയൊക്കെ. മംസിന്റെ വൈറസ് അങ്ങനെ ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ ബ്ലഡ് വഴി അത് എല്ലായിടത്തും ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ വൈറസിന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ പെരോട്ടിഡ് ഗ്ലാൻഡ്. അവിടെ ഇരിക്കാൻ വൈറസിന് പ്രത്യേകം അഫിനിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പെരോട്ടിഡ് ഗ്ലാൻഡിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ. Often, child complains of earache on the affected side prior to onset of swelling. There may be pain and stiffness on opening the mouth before swelling of salivary gland is evident. അപ്പൊ ഇത് ഈ മംസ് വൈറസ് ഉള്ളൊരു കുട്ടിക്ക് എന്ത് പറ്റും? ആ വൈറസ് കുട്ടിയുടെ പെരോട്ടിഡ് ഗ്ലാൻഡിലേക്ക് ചെല്ലുന്നു. വായുടെ സൈഡിൽ ചീക്കിലിരിക്കുന്ന സലൈവറി ഗ്ലാൻഡിലേക്ക് ചെല്ലുന്നു. സലൈവറി ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും? ആ ഗ്ലാൻഡ് അങ്ങോട്ട് വീങ്ങാൻ തുടങ്ങും. അത് വലുതാവുന്നതിനനുസരിച്ച് കുട്ടിക്ക് അവിടെ വീക്കം കാണാം, വേദനയുണ്ടാവും. ആ വേദന ചിലപ്പോൾ ചെവിയിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് ചെവിയിലൊക്കെ വേദനയാന്ന് പറഞ്ഞിട്ടായിരിക്കും കുട്ടി വരുന്നത്. വാ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. വായുടെ സൈഡിൽ ഒരു വീക്കൊക്കെ വരുമ്പോൾ വാ തുറക്കാനൊക്കെ നല്ല പെയിൻ ആയിരിക്കും, സ്റ്റിഫ്നെസ് ആയിരിക്കും. Epidemiology of mumps. Mumps is a contagious viral disease. Primary affects children and adolescents. കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിലും അഡോളസൻസിലുമാണ്. It is caused by mumps virus which belongs to rubella virus genus of Paramyxoviridae family. Again, rubella virus ആണ്. ഞാൻ പറഞ്ഞു റുബ്യൂള, മംസ്, യു വെച്ച് കണക്ട് ചെയ്യണം. ജർമ്മൻ മീസിൽസ്, റുബെല്ല. ബെല്ല ഇസ് എ ജർമ്മൻ. ബെല്ല ഒരു ജർമ്മൻ കുട്ടിയാണ്. അപ്പൊ ബെല്ല ജർമ്മൻ മീസിൽസ്. പിന്നുള്ളത് റൂബിയോള, അത് മീസിൽസ് ആണെന്ന് കിട്ടും. The virus is spread through respiratory droplets produced by coughing or sneezing. Respiratory infection ആണ്. അപ്പോൾ തുമ്മുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് സ്പ്രെഡ്. Mumps is most contagious from 2 days before to 5 days after onset of parotitis. ഇതിന്റെയും ഇൻഫെക്ടിവിറ്റി പീരീഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിലിറ്റി പീരീഡ് എപ്പോഴാണ്? അതായത് മംസ് ഉള്ള രോഗിയുടെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യത? അവരുടെ ഗ്ലാൻഡിൽ നീര് വരുന്നതിന് 2 ദിവസം മുമ്പും നീര് വന്നതിന് ശേഷം 5 ദിവസം വരെയാണ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി മാക്സിമം. പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ആണ്. നമുക്ക് 2 പാരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് വായുടെ ഓരോ സൈഡിലും. ചിലപ്പോൾ 2നെ എഫക്ട് ചെയ്യും, ചിലപ്പോൾ 1നെ മാത്രം എഫക്ട് ചെയ്യും. ഏത് സൈഡിലാണോ എഫക്ട് ചെയ്യുന്നത് അവിടെ കുട്ടിക്ക് നീരുണ്ടായിരിക്കും, വീക്കം, വേദന. ആ വേദന ചെവിയിലേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് ചെവി വേദന, വാ തുറക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിട്ടായിരിക്കും കുട്ടി വരുന്നത്. കൂടാതെ ഇൻഫെക്ഷൻ ബ്ലഡിലകത്തുള്ളതുകൊണ്ട് തന്നെ പനിയും മറ്റു ബുദ്ധിമുട്ട്, പനിയുടെ കൂടെ വരുന്ന മറ്റു ബുദ്ധിമുട്ടുകളും കാണും. റിസർവെയർ, ദ ഓൺലി റിസർവെയർ ഓഫ് മംസ് വൈറസ് ഹ്യൂമൻസ്. മനുഷ്യരെ മാത്രം ബാധിക്കുന്ന വൈറസ് ആണ്. ട്രാൻസ്മിഷൻ അത് പറഞ്ഞല്ലോ, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ബൈ coughing or sneezing. They can be inhaled or come in contact with mucous membrane of mouth, nose, ears. Mumps can also spread through direct contact with saliva or urine of infected person. അയാൾ തുമ്മുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ്, കൂടാതെ സലൈവ, അയാളുടെ തുപ്പല് അല്ലെങ്കിൽ അയാളുടെ യൂറിൻ, ഇതുമായിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നിട്ട് നമ്മുടെ ബോഡിക്കകത്തേക്ക് വൈറസ് പ്രവേശിക്കാം. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി, അതായത് എത്ര കാലം അയാൾക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും? 4 to 6 days ബിഫോർ ഓൺസെറ്റ് ഓഫ് സിംപ്റ്റംസ് ആൻഡ് എ വീക്ക് മോർ thereafter.
ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ എപ്പോഴാണെന്നറിയോ? ആ വീക്കം വരുന്നതിന് മുമ്പും വന്നതിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ. വൺസ് ദ സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻസ് ഹസ് സബ്സൈഡഡ് ദ മേ ബി റിഗാർഡ് ആസ് നോ ലോങ്ങർ ഇൻഫെക്ഷൻസ്. മംസ് വന്നിരുന്നു, നീർവീക്കമൊക്കെ മാറി എന്ന് പറഞ്ഞ് ആളുടെ അടുത്ത് പോയി നിന്നാൽ കുഴപ്പമൊന്നുമില്ല, ഇൻഫെക്ഷനുള്ള ചാൻസ് കുറഞ്ഞു. പക്ഷെ അത് വരുന്നതിന് 2 ദിവസം മുമ്പും വന്നു കഴിഞ്ഞുള്ള ഒരു 4 ദിവസമാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ്. എന്ന് വെച്ചാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വൈറസ് ബോഡിക്കകത്തുള്ളത്. അത് കഴിഞ്ഞ് നീരൊക്കെ പോയെന്ന് പറയുമ്പോൾ വൈറസ് ശരീരത്തിൽ നിന്ന് പോയി, പിന്നെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുറഞ്ഞു. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഇസ് 86%. അതായത് ഒരു മംസ് ഉള്ള ഒരാളുടെ അടുത്ത് 100 പേര് പോയാൽ 86 പേർക്കും മംസ് വരും. എന്ന് വെച്ചാൽ നന്നായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ള ഡിസീസ് തന്നെയാണ്. ചിക്കൻ ബോക്സിന്റെ കാര്യം വന്നപ്പോൾ 90 പേർക്കായിരുന്നു. ഏജ് ആൻഡ് സെക്സ്, ഇവിടെ അത് ഇമ്പോർട്ടന്റ് ആണ്. മംസ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് കോസ് ഓഫ് പെരോട്ടൈറ്റിസ് ഇൻ ചിൽഡ്രൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 to 9 years. ഏറ്റവും കൂടുതൽ 5 മുതൽ ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികളിലാണ്, പ്രത്യേകിച്ചും 5 to 9 years ഉള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ. ആ സമയത്താണ് ഇത് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. ആവറേജ് ഏജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് മംസ് ഇസ് ഹയർ ദാൻ വിത്ത് മീസിൽസ്, ചിക്കൻ പോക്സ് ഓർ വൂഫിംഗ് കഫ്. നോ ഏജ് ഇസ് എക്സെപ്റ്റ് ഇഫ് ദർ ഇസ് നോ പ്രീവിയസ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ടെൻസ് ടു ബി മോർ സിവിയർ ഇൻ അഡൾട്ട്സ് ദാൻ ചിൽഡ്രൻ. എന്ന് വെച്ചാൽ അഡൾട്ട്സിൽ വരത്തില്ല എന്നല്ല, അഡൾട്ട്സിലും വരാം. അഡൾട്ട്സിൽ വന്നു കഴിഞ്ഞാൽ സിവിയറിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും താനും കുട്ടികളിൽ വരുന്നതിനെക്കാട്ടി. Mumps is largely an endemic disease. Case occurs throughout the year, but peak incidence winter and spring. അഗെയിൻ നമ്മൾ ചിക്കൻ ബോക്സിന്റെ കാര്യം പറഞ്ഞ പോലെ വിന്ററിലും സ്പ്രിംഗിലും തണുപ്പ് കാലത്താണ് ഈ ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യത. Mumps occurs sporadically throughout the year, but there is tendency for outbreak to occur in late winter and early spring. Late winter എന്ന് പറയുമ്പോൾ ഡിസംബറിൽ തുടങ്ങും. ലേറ്റ് വിന്റർ എന്ന് പറയുമ്പോൾ ഒരു ജാനുവരി, ഫെബ്രുവരി. ഏർലി സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മാർച്ച്. ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ടെമ്പറൽ പാറ്റേൺ, ഈ ഒരു പാറ്റേണിനെയാണ് ടെമ്പറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ദിസ് ഇസ് ലൈക്ലി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ സ്പെൻഡ് മോർ ടൈം ഇൻഡോസ് ഡ്യൂറിംഗ് ദീസ് കോൾഡർ മന്ത്സ് വിച്ച് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ. ഈ സമയങ്ങളിൽ ഒരു സ്റ്റഡി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്താണ് ആളുകൾ ഏറ്റവും കൂടുതൽ വീടിനകത്ത് തന്നെയല്ലേ തണുപ്പുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ ഒരാൾക്ക് വന്നാൽ മറ്റൊരാൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കമ്മ്യൂണിക്കബിലിറ്റി നമ്മൾ നോക്കിയതാണ്. സസെപ്റ്റിബിലിറ്റി, anyone who has not been vaccinated against mumps is susceptible to infection. However, people who have had mumps in the past are immune to the disease. ഒരിക്കൽ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് അസുഖം വരത്തില്ല, വരാനുള്ള ചാൻസ് ഇല്ല. അല്ലാത്ത എല്ലാവർക്കും തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ മംസ് വന്നു, എൻ്റെ അടുത്തൊരു മംസ് ഓൾറെഡി വന്ന ആള് വരുവാണ്, അല്ലെങ്കിൽ വാക്സിൻ എടുത്ത ആള് വരുവാണെങ്കിൽ അവർക്ക് വരത്തില്ല. അല്ലാത്ത എല്ലാവർക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് കോംപ്ലിക്കേഷൻസ്. ഇത് വന്നാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? മംസ് ഇസ് യൂഷ്വലി എ മൈൽഡ് ഡിസീസ്, ബട്ട് ഇറ്റ് കൻ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് ഇൻ സം കേസസ്. യൂഷ്വലി വലിയ കോംപ്ലിക്കേഷൻസ് വരാറില്ല, ചില സമയങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്? ഒന്ന്, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ലൈനിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. 2, എൻസെഫലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ മറ്റൊരു പേരാണ് എൻസെഫലോൺ. അപ്പം ബ്രെയിനിന് വീക്കം വരാം, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ, അതിനെ പറയുന്ന പേരാണ് എൻസെഫലൈറ്റിസ്. ബ്രെയിനിനെ കവർ ചെയ്യുന്ന കവറിംഗ് ആണ് മെനിഞ്ചൈറ്റിസ്. ഡ്യൂറ, അറക്കിനോയിഡ്, പയ, 3 ലെയർ ഉണ്ട്. ഈ ലെയേഴ്സിനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് പറയുന്നത്. ബ്രെയിനിനെ കവർ ചെയ്യുന്ന ലെയേഴ്സ് ആണ്. ആ ലെയേഴ്സിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് ഓർക്കൈറ്റിസ്. ഓർക്കൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ടെസ്റ്റിക്കിൾസ് ആണ്. ടെസ്റ്റിസിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിക്കുലർ സ്വെല്ലിംഗ് ആൻഡ് ടെൻഡർനെസ് ഡിനോട്ട് ഓർക്കൈറ്റിസ്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മംസ് വന്ന കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ടെസ്റ്റിക്കിൾസ് സ്വെല്ല് ചെയ്യും, അവിടെ ഭയങ്കര പെയിൻ വരികയും ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം ഈ വൈറസ് ടെസ്റ്റിസിനെ ബാധിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ എക്സ്ട്രാ സലൈവറി ഗ്ലാൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് മംസ് ആൻഡ് അഡൽട്സ്. പാരോട്ടിഡ് ഗ്ലാൻഡിൽ കാണുന്നത് കൂടാതെ ഏറ്റവും കൂടുതലായിട്ട് മംസ് അഫക്ട് ചെയ്യുന്നത് ടെസ്റ്റിസിനെയാണ്. അത് കാരണം എന്തുണ്ടാവും? ടെസ്റ്റിക്കുലർ അട്രോഫി ഉണ്ടാവും. ടെസ്റ്റിക്കിൾസ് വലുതാകാതെ ഇരിക്കാം, അതിന്റെ സൈസ് ചെറുതായി പോകാം. അതാണ് ഏറ്റവും കോമൺ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് മംസ് എന്ന് ചോദിച്ചാൽ ഓർക്കൈറ്റിസ് ആണ്. ഓർക്കൈറ്റിസ് എന്ന് വെച്ചാൽ ടെസ്റ്റിസിന്റെ ഇൻഫ്ലമേഷൻ ആണ്. അപ്പം അത് കാരണം എന്താണ്? ടെസ്റ്റിക്കുലർ അട്രോഫി ഉണ്ടാവും. ടെസ്റ്റിക്കിൾസിന്റെ സൈസ് ചെറുതാവും, വലിപ്പം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓർക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് ഒരു ബോയുടെ ഇമേജ് ആണ് നമ്മൾ ആദ്യം കാണിച്ചത്. ബാക്കി പറയാൻ പോകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടെങ്കിലും വളരെ വളരെ കൂടുതലായിട്ട് കാണുന്ന ഓർക്കൈറ്റിസ് ആണ്. ഡെഫ്നെസ്, മെയിൻ കോസസ് ഓഫ് സെൻസോറി ന്യൂറൽ ഡെഫ്നെസ് അഫക്ട്സ് അബൌട്ട് 5 per 100,000 മംസ് കേസ്. സെൻസോറി ന്യൂറൽ ഡെഫ്നെസ്, നെർവ്സിനെ അഫക്ട് ചെയ്ത് അത് കാരണം ഡെഫ്നെസ് ഉണ്ടാവാം. പാൻക്രിയാറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ്. ഈ വൈറസ്
പാൻക്രിയാസിനെ എഫക്ട് ചെയ്താൽ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവും. പാൻക്രിയാറ്റൈറ്റിസ് ഉള്ള ഒരാളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? മാംസ രോഗിക്ക് അപ്പർ അബ്ഡോമിനൽ പെയിൻ, അപ്പർ അബ്ഡോമിനൽ റീജിയനിൽ പെയിൻ വരുന്നു, അതിന്റെ കൂടെ നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദിലും കൂടെ വരുവാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് ആവാം എന്ന് സംശയിക്കാം. മംസ് ഇസ് എ ലീഡിംഗ് കോസ് ഓഫ് പാൻക്രിയാറ്റൈറ്റിസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഉണ്ടാവുന്ന പാൻക്രിയാറ്റൈറ്റിസിന്റെ ഒരു മേജർ കാരണം മംസ് ആണ്. Lower abdominal pain and ovarian enlargement suggests oophorytis, which occurs in 5% of post-pubertal women, usually unilateral. അതേപോലെ ടെസ്റ്റിസിനെ എഫക്ട് ചെയ്യുന്ന പോലെ തന്നെ ഓവറിയെ എഫക്ട് ചെയ്യാം. ആ സമയത്ത് ഓവറിക്ക് വീക്കം ഉണ്ടാവുന്നു, വലിപ്പം ഉണ്ടാവുന്നു. അത് കാരണം ആ സ്ത്രീക്ക് ലോവർ അബ്ഡോമൻ റീജിയനിൽ പെയിൻ ഉണ്ടാവും. കൂടുതലും അത് കൊച്ചു പെൺകുട്ടികളിലല്ല, പ്യൂബർട്ടിക്ക് ശേഷമുള്ള പെൺകുട്ടികളിലാണ് ഇങ്ങനെ കാണുന്നത്. ആ കണ്ടീഷൻ ഓവറിയുടെ വീക്കത്തിന് പറയുന്നതാണ് ഊഫോറൈറ്റിസ്. ടെസ്റ്റിക്കിൾസ് വീങ്ങുന്നതിനെ പറയുന്നതാണ് ഓർക്കൈറ്റിസ്. Mumps is one of the main infectious cause of sensorineural deafness. അത് പറഞ്ഞു. Mumps infection first trimester of pregnancy is with 25% incidence of spontaneous abortion, although congenital malformations following mumps infection pregnancy have not been reported. Again, pregnant ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യം എപ്പോഴും പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് അസുഖം പറയുമ്പോഴും. പ്രഗ്നൻസിയിൽ മംസ് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് എപ്പോഴാണ്? ഫസ്റ്റ് ട്രൈമിസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം വരെ ഏത് അസുഖം വന്നാലും അത് കുട്ടിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ആ സമയത്ത് കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ ഓർഗൻസിനെയും അത് ബാധിക്കും. അപ്പം ഫസ്റ്റ് 3 മന്ത്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററിനുള്ളിലാണ് മംസ് വരുന്നതെങ്കിൽ കുട്ടിക്ക് അത് അബോർഷനായി പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. 25% കേസുകളിലും അബോർഷനായി പോകാറുണ്ട്. പക്ഷെ അല്ലാതെ കുട്ടിക്ക് അഥവാ അത് സർവൈവ് ചെയ്ത് കുട്ടിക്ക് ജനിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കുട്ടിക്ക് വരാറില്ല. അടുത്ത മംസിന്റെ വാക്സിനേഷൻ ആണ്. ഹൈലി എഫക്റ്റീവ് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ. അഗെയിൻ ഇവിടെ മംസിന്റെ വാക്സിൻ ഏതാണ്? ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. ഈ ജെറിലിൻ, RIT4385, ലെനിൻഗ്രാഡ് 3, എൽ സാഗ്രബ് ആൻഡ് യുറേബി സ്ട്രെയിൻസ്, ഈ സ്ട്രെയിൻസിനൊക്കെ എതിരെയാണ് മംസിന്റെ വാക്സിനേഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് ആ വാക്സിനേഷൻ കൊടുക്കുന്നത്? 0.5 ml മെഡിസിൻ ഇൻട്രാമസ്കുലർ ആയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് ലോങ് ടേം ഇമ്മ്യൂണിറ്റി ഇസ് നോട്ട് നോൺ. ഇറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഫോർ ചിൽഡ്രൻ ഓർ 1 year ഓഫ് ഏജ്. അപ്പൊ യൂഷ്വലി മംസ് വാക്സിൻ എങ്ങനെയാ കൊടുക്കുന്നത്? MMR വാക്സിൻ, മംസ്, മീസിൽസ്, റുബെല്ല മൂന്നിന്റെയും വാക്സിൻ ഒരുമിച്ച് ചേർത്താണ് മംസ് വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ മംസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് എന്താണ് വരേണ്ടത്? ഈ ഒരു കുട്ടിയുടെ പടമാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? മംസ് എന്ന് എഴുതുമ്പോൾ പി ഹൈലൈറ്റ് ചെയ്ത് തരണം. പി ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? പാരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യത. പിന്നെ അടുത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഈ കുട്ടിയുടെ ഇമേജ് ആണ്. ഈ കുട്ടിയുടെ പാരോട്ടിഡ് ഗ്ലാൻഡ് കണ്ട് ഇവിടെ എൻലാർജ്ഡ് ആയിട്ട് ഇരിക്കുന്നത്, വീങ്ങിയിരിക്കുന്ന കണ്ട് മുഖത്തിന്റെ ഒരു സൈഡിൽ വീക്കം. സോ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ കുട്ടിയുടെ പാരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫെക്റ്റ് ആയി. ഈ വൈറസ് പാരോട്ടിഡ് ഗ്ലാൻഡിനെ ഇൻഫെക്ട് ചെയ്തെന്ന് വേണം നമ്മൾ അവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പം എന്ത് ഇൻഫെക്ഷൻ ആണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. സോ എന്തായിരിക്കും ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ? റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ ആയിരിക്കും വരുന്നത്. മംസ് ഉള്ള ഒരു രോഗി തുമ്മുകയോ തുപ്പുകയോ ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആളുടെ യൂറിനോ സലൈവയോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു. ബോഡിയിലേക്ക് കയറിയിട്ട് എവിടെയാ പോയി എഫക്ട് ചെയ്യുന്നത്? ഇത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് എഫക്ട് ചെയ്യുന്നത്. ഏതാണ് വൈറസ്? പാരാമിക്സോ വൈറസ്, റൊബ്യൂള വൈറസ്, അതിന്റെ ഫാമിലി പാരാമിക്സോ വൈററ്റി. അത് എന്ത് തരം വൈറസ് ആണ്? RNA വൈറസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. വൈറസ് പോകുന്നു, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കയറുന്നു, റെസ്പിറേറ്ററി സെൽസിനെ എഫക്ട് ചെയ്യുന്നു, അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇത് ലിംഫ് നോഡിലേക്ക് പോകുന്നു, അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലിംഫിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്നു, ബ്ലഡിൽ വൈറസ് എത്തുമ്പോൾ നമ്മൾ അതിനെ വൈറീമിയ എന്ന് പറയുന്നു. ബ്ലഡിലെത്തുന്ന വൈറസ് പിന്നെ ഫുൾ ബോഡിയെ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആ വൈറസിന് ഇരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പം പാരോട്ടിഡ് ഗ്ലാൻഡിൽ പോയി ഇരിക്കുന്നു. പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ആണ്. 2 സൈഡിൽ ഓരോന്നുണ്ട്. ചിലപ്പോൾ ഒന്നിനെ എഫക്ട് ചെയ്യും, ചിലപ്പോൾ രണ്ടിനെ എഫക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഗ്ലാൻഡിന് വലിപ്പം വെക്കും, നീര് വെക്കും, കുട്ടിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന കുട്ടികളിലും അഡോളസെൻസിലുമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ കുട്ടി ഭയങ്കരമായിട്ടുള്ള പെയിനോട് കൂടി, ആ പെയിൻ ചിലപ്പോൾ ചെവിയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് ഈ ചെവി വേദന, വായുടെ സൈഡിൽ വേദന, വാ തുറക്കാൻ പറ്റുന്നില്ല, തുറക്കുമ്പോൾ വേദന, നീര് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും വരുന്നത്. സ്പ്രെഡ് ആവുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമാണ് ഇതിന്റെ സ്പ്രെഡ്, ഇതിന്റെ റിസർവ്. അങ്ങനെ ഒരു കുട്ടിക്ക് വേദന വന്നാൽ ആ കുട്ടിയിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് 86% ആണ്. എത്ര ദിവസം വരെ? നീർവീക്കം ഉണ്ടാവുന്നതിന് 1-2 ദിവസം മുന്നേ തൊട്ട് നീർവീക്കം വന്ന് 4 ദിവസം വരെ
4 മുതൽ 5 ദിവസം വരെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ആ നീര് കുറഞ്ഞു കഴിയുമ്പോഴോ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് അതുപോലെ തന്നെ കുറയുന്നു. കാരണം വൈറസുകളൊക്കെ അപ്പോഴത്തേക്കും നശിച്ചു പോയിട്ടുണ്ടാവും. ഈ അസുഖം ഏറ്റവും കൂടുതൽ ഏത് സമയത്താണ് കാണുന്നത്? ലേറ്റ് വിന്റർ ഏർലി സ്പ്രിംഗ്, തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ആ സമയത്ത് ആളുകൾ കൂടുതലും വീട്ടിലായിരിക്കും. അപ്പൊ ഒരാൾക്കുണ്ടെങ്കിൽ എല്ലാ സമയം വീട്ടുകാരടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഈ പാറ്റേണിനാണ് ടെമ്പറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഇൻഫെക്ഷൻ ആർക്കൊക്കെ വരാം? അതുള്ള ഒരാളിൽ നിന്ന് ഇല്ലാത്തൊരാൾ, ഇൻഫെക്ഷൻ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വരത്തില്ല, അതുപോലെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും വരത്തില്ല. അല്ലാത്ത എല്ലാവർക്കും ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് കോംപ്ലിക്കേഷൻസ്. പൊതുവെ മംസ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും മറ്റ് ഓർഗൻസിനെയും ഈ വൈറസ് എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ ഓർ മെനിഞ്ചൈറ്റിസ് ഓർ എൻസെഫലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ലൈനിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോൾഡ് meningitis, inflammation of testicles, orchitis, sensorineural deafness, inflammation of pancreas, pancreatitis, inflammation of ovary, ophoritis. Then in first trimester, mumps infection can lead to abortion. ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും കോമണും ഏറ്റവും സിവിയർ ആയിട്ടുള്ളതുമാണ് ഓർക്കൈറ്റിസ്. അത് എന്താണ്? മംസ് വൈറസ് പാരറ്റഡ് ഗ്ലാൻഡ് പോലെ തന്നെ അതിന് ഇരിക്കാൻ സെക്കൻഡ് ഇഷ്ടമുള്ള സ്ഥലം, സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? ടെസ്റ്റിസ് ആണ്. അപ്പൊ ടെസ്റ്റിസിൽ പോയി ഇരിക്കുകയും അവിടെ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റിക്കിൾസിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമ്മൾ ഓർക്കൈറ്റിസ് എന്ന് പറയും. അത് ഈ വൈറസിന് ഇൻഫെക്ഷൻ കാരണം ടെസ്റ്റിസിന്റെ സൈസ് ഒരുപാട് കുറയും, ടെസ്റ്റിക്കൽ അട്രോഫി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് മംസ് വാക്സിൻ ആണ്. യൂഷ്വലി MMR വാക്സിൻ എന്ന് പറഞ്ഞ് മീസിൽസ്, റുബെല്ല, മംസ് മീസിൽസ്, റുബെല്ല ഒരുമിച്ചാണ് വാക്സിൻ എടുക്കുന്നത്. ഇൻട്രാമസ്കുലർ ആയിട്ടാണ് വാക്സിൻ എടുക്കുന്നത്. 0.5 ml ആണ് ഡോസ്. ആ ഡോസിലാണ് വാക്സിൻ എടുക്കുന്നത്. ഇത്രയാണ് മംസിന്റെ കേസിൽ. മംസ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇമേജ് വരിക, ഈ പേര് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക, MUMP ഹൈലൈറ്റ് ചെയ്തത്. അപ്പൊ പിയിൽ നിന്ന് പാരറ്റഡ് ഗ്ലാൻഡ് എന്ന് കിട്ടി, ബോയ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർക്കൈറ്റിസും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കുട്ടിയുടെ ഫേസ് വീങ്ങിയിരിക്കുന്ന കണ്ടിട്ട് ബാക്കി സിംറ്റംസും ഓർത്തെടുക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ് മെയിൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളിൽ ഉണ്ടാവുന്ന പാൻക്രിയാറ്റൈറ്റിസിന് ഏറ്റവും വലിയ കാരണം മംസ് ആണ്. മംസ് വൈറസിന് പാൻക്രിയാസിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായാൽ പാൻക്രിയാറ്റൈറ്റിസ് വരും. കുട്ടികളിൽ ഉണ്ടാവുന്ന പാൻക്രിയാറ്റൈറ്റിസിന് ഏറ്റവും കോമൺ കാരണം മംസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ഡിസീസ് ആണ് ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, മംസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമായി. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തന്നെ നോക്കാം.